تهرويمار المولود بار ألوحو ثساغيمة حار لتحو يربح فروشوي هودك سيوو بيبودا بويحو من أولم سبوث تحتي وحو ولو بكر صد مريم. നമുക്ക് ദൈവസന്നിധിയിൽ തലകളെ വണക്കാം. ഇന്നത്തെ ദിവസം പൂർണ്ണമായും കർത്താവിൻ്റെ ജനനത്തെപ്പറ്റി ധ്യാനിക്കുകയും തുടർന്നുള്ള ധ്യാനചിന്തകളിലെല്ലാം കർത്താവിൻ്റെ ഈ മഹനീയമായ ജനനത്തെപ്പറ്റി കൂടുതൽ പഠിക്കുകയും ചെയ്യുന്നതുകൊണ്ട് ആരാണ് ഈ ഭൂമിയിലേക്ക് അവതാരം ചെയ്തത് എന്നുള്ളത് വ്യക്തമായ നമ്മുടെ ഹൃദയങ്ങളിൽ നമുക്ക് മനസ്സിലാകുവാനും കർത്താവ് അത് വെളിപ്പെടുത്തി തരുവാനുമായിട്ട് ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെ സൗന്ദര്യമായി ഞങ്ങൾക്കായി മനുഷ്യജന്മമെടുത്ത എൻ്റെ മെശിഹാ തമ്പുരാനെ, ദൂതന്മാർ നിൻ്റെ മനുഷ്യാവതാരത്തെ വിസ്മയനീയം വീക്ഷിക്കുമ്പോൾ ഈ ജന്മത്തെ പാപിയായ എൻ്റെ അധരങ്ങളാൽ വാഴ്ത്തിപ്പാടുന്നു. ആട്ടിടയന്മാർ ബേത്ലഹേമിൽ പാടിയ പോലെ ഹല്ലേലൂയ കീർത്തനങ്ങളാൽ നിന്നെ ഞങ്ങൾ വാഴ്ത്തിപ്പുകഴ്ത്തുന്നു. ആഴിയെയും ആഴങ്ങളെയും വഹിക്കുന്ന നിൻ്റെ മഹാബലം ഒരു കുഞ്ഞ് ഉദരത്തിൽ ഇളം പൈതലായി ഒതുങ്ങിക്കൂടി. വിസ്മയനീയമായ ഈ ജനനത്തെ ആർക്ക് വർണ്ണിക്കുവാനാകും? കന്യകയാകും മാതാവിൻ്റെ ഉദരത്തിൽ അവളുടെ കന്യാമുദ്രയ്ക്ക് ഊനം കൂടാതെ തൻ്റെ ജനനത്തെ അത്ഭുതമാക്കിയ വിസ്മയ ശിശുവേ, നിനക്ക് സ്തുതി. തൻ്റെ ആംഗ്യത്താൽ പ്രകൃതിയെയും സൃഷ്ടിയെയും മുഴുവനും നിയന്ത്രിക്കുന്നവൻ, പൂഴിയായ സൃഷ്ടിയെ വീണ്ടെടുക്കുവാനായി ഒരു സൃഷ്ടിയായി തന്നെ ജനിച്ച സൃഷ്ടാവേ, നിനക്ക് സ്തുതി. പുതിയ ഇസ്രായേലെ വരുവിൻ, ഈ പെരുന്നാളിൽ പരിശുദ്ധാത്മാവിൽ നിങ്ങൾ ആഘോഷിക്കുവിൻ. കർത്താവെ, നിൻ്റെ ഈ ജന്മദിനത്തെ കൊണ്ടാടുവാനും ഈ വിശുദ്ധ ദിവസങ്ങൾ നിനക്ക് പ്രീതികരമായ വ്രതത്തോടും ദോമനുഷ്ഠാനത്തോടും വിശുദ്ധിയോടും വെടിപ്പോടും കൂടി നിൻ്റെ കൃപയാൽ അനുഷ്ഠിച്ച് ആ വലിയ പെരുന്നാളിലേക്ക് എന്നെ കൊണ്ടുവന്ന് അടുപ്പിക്കണമേ. ഞങ്ങൾ നിനക്കും നിൻ്റെ പിതാവിനും നിൻ്റെ പരിശുദ്ധാത്മാവിനും സ്തുതിയും മഹത്വവും ഇന്നുവെന്നാളും കരയേറ്റുവാനായിട്ട് തന്നെ. ആമീൻ. കർത്താവിൽ പ്രിയമുള്ളവരെ, നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ പഠനം കുറച്ച് നാളത്തേക്ക് പോസ് ചെയ്തുകൊണ്ട് ഈ ദിവസങ്ങളിൽ കർത്താവിൻ്റെ ജനനത്തെപ്പറ്റി കൂടുതൽ അറിയുവാനും പഠിക്കുവാനും അതോടൊപ്പം തന്നെ കുറച്ച് സമയം പ്രാർത്ഥനാ ഗീതങ്ങളോടും ആരാധനകളോടും കൂടെ ഇരിക്കുവാനുമാണ് ഇന്നത്തെ ഈ സമയം ഉദ്ദേശിക്കുന്നത്. പ്രഭാഷണം മാത്രമല്ല, നമ്മൾ കുറച്ച് സമയം പ്രാർത്ഥിക്കും, കുറച്ച് സമയം ആരാധിക്കും, അതോടൊപ്പം തന്നെ അതിനിടയിൽ വരുന്ന സന്ദേശങ്ങൾ കൈമാറുകയും ചെയ്യും. യെശയ്യാവിൻ്റെ പുസ്തകം 26-ാം അധ്യായം 3-ാം വാക്യവും 26-ാം അധ്യായം 9-ാം വാക്യവും ചേർത്ത് നമുക്കൊന്ന് ധ്യാനിക്കാം. അവിടെ പ്രകാരം പറയുകയാണ്: സ്ഥിരമാനസൻ നിന്നിൽ ആശ്രയം വെച്ചിരിക്കുന്നതിനാൽ നീ അവനെ പൂർണ്ണ സമാധാനത്തോടെ കാക്കുന്നു. യഹോവയാം യാഹിൽ ശാശ്വതമായൊരു പാറയുള്ളതിനാൽ യഹോവയിൽ എന്നേക്കും ആശ്രയിപ്പീൻ.
സ്ഥിരമാനസൻ നിന്നിൽ ആശ്രയം വെച്ചിരിക്കുന്നതുകൊണ്ട് നീ അവനെ പൂർണ്ണ സമാധാനത്തിൽ കാക്കുന്നു. സമാധാനം എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്? സമാധാനം എന്ന് പറയുമ്പോൾ നമ്മുടെ ഉള്ളിൽ വരുന്നത് എന്ത് ഭാവമാണ്? സ്വസ്ഥമായിട്ടിരിക്കുക, ശാന്തമായിട്ടിരിക്കുക, അങ്കലാപ്പില്ലാതിരിക്കുക എന്നൊക്കെയുള്ള ഒരു ഭാവമാണ് നമ്മുടെ ഉള്ളിൽ വരുന്നത്. അത് സത്യമാണ്. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ എന്ന് പറയുമ്പോൾ നമുക്ക് ആ അനുഭവം വരുന്നുണ്ടോ? നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ എന്ന് പറയുമ്പോൾ വിഷമത്തോടുകൂടെ വന്ന നമുക്ക് എന്തെങ്കിലും വിഷമം മാറുന്നുണ്ടോ? അതെന്താ മാറാത്തത്? അപ്പോൾ സമാധാനം എന്നുള്ളതിനെപ്പറ്റി കുറച്ചും കൂടെ ആഴമായിട്ട് നമ്മളൊന്ന് മനസ്സിലാക്കണം. വിശുദ്ധ കുർബാനയിൽ വിവിധ സമയത്ത് നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ എന്ന് പറയുന്നുണ്ട്, അല്ലേ? പല അവസരത്തിൽ പറയുന്നുണ്ട്. പ്രത്യേകിച്ച് 3 തവണ പ്രധാനമായിട്ടും പറയുന്നുണ്ട്. പറയുമ്പോൾ തിരുശരീര രക്തങ്ങളിൽ കൈ ആവസിപ്പിച്ച് അത് കോരിയെടുത്താണ് നിങ്ങൾക്ക് തരുന്നത്. അല്ലാതെ വെറുതെ എടുത്ത് നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ എന്ന് പറയല്ല. മാത്രമല്ല, അങ്ങനെ പറയുമ്പോൾ പട്ടക്കാരൻ്റെ ഇടത് കൈ ത്രോണോസിൽ വെച്ചിരിക്കണം എന്നുള്ളതാണ്. വലത് കൈ കൊണ്ട് തിരുശരീര രക്തങ്ങളിൽ ആവസിപ്പിച്ചെടുത്ത് അതിൽ നിന്ന് കോരിയെടുത്താണ് തരുന്നത്. പക്ഷേ ആ സമയത്ത് നമുക്ക് ആ സമാധാനം അനുഭവിക്കാൻ പറ്റുന്നില്ല എന്നുള്ളത് സമ്മതിക്കുന്നതായിരിക്കും നല്ലത്, അല്ലേ? അതൊക്കെ കേട്ടേച്ചിങ്ങനെ പോകുന്നു. അതെന്തുകൊണ്ടാണെന്നറിയാമോ? അത് സമാധാനം എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ ഒരു അനുഭവം മാത്രമല്ല. അത് അതിൻ്റെ രണ്ടാമത്തെ ബൈ പ്രൊഡക്റ്റാണ്. അതായത് നമുക്ക് സമാധാനം കിട്ടി. എപ്പോഴാണ് നമുക്ക് സമാധാനം കിട്ടുന്നത്? ഇപ്പോൾ നഷ്ടപ്പെട്ടു പോയ ഒരു കാര്യം നമ്മൾ കണ്ടെത്തുമ്പോൾ നമുക്കുള്ളിലൊരു സമാധാനം വരും. അയ്യോ, സമാധാനമായി എന്ന് പറയും, അല്ലേ? അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിച്ചിരുന്നൊരു കാര്യം നമുക്ക് കിട്ടുമ്പോൾ ഓ, സമാധാനമായി. ലേറ്റായിട്ട് ഓഫീസിലേക്ക് ചെന്നു, ബോസ് വഴക്ക് പറയുമെന്ന് വിചാരിച്ചു, പക്ഷെ പറഞ്ഞില്ല, സമാധാനമായി. അപ്പോൾ അതൊരു സമാധാനമാകൂ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആകുക എന്ന് പറയുന്നത്, അതതിൻ്റെ ബൈ പ്രൊഡക്റ്റാണ്. ഏതിൻ്റെയാണെന്ന് ഞാൻ പറയാം. ഒന്നിൻ്റെ ബൈ പ്രൊഡക്റ്റാണത്. ഈ ബൈ പ്രൊഡക്റ്റിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് ഈ സമാധാനം വിശുദ്ധ കുർബാനയിൽ നമുക്ക് കിട്ടാത്തത്. അതുകൊണ്ട് സമാധാനം എന്ന് പറയുന്നത് ഒരനുഭവമോ അല്ലെങ്കിൽ വന്നു ചേരുന്നതോ ആകുന്നുവെങ്കിലും അതിനേക്കാളിൽ ഉപരിയായി ഇതൊരു ഭാവമായിട്ട് കാണാതെ ഈ സമാധാനം എന്ന് പറയുന്നത് ഒരു വ്യക്തിയാണ് എന്ന് ആദ്യം മനസ്സിലാക്കണം. ആ വ്യക്തിയുടെ പേരാണ് യേശു ക്രിസ്തു. ഈ ക്രിസ്തു ജനിക്കുമ്പോഴും മരിക്കുമ്പോഴും പറഞ്ഞേച്ചു പോയത് നിങ്ങൾക്ക് സമാധാനമെന്നാണ്. ജനിക്കുന്ന സമയത്ത് കൃപ നിറഞ്ഞ മാതാവേ നിനക്ക് സമാധാനം. ആട്ടിടയന്മാരോട് പറഞ്ഞു നിങ്ങൾക്ക് സമാധാനം. മരിച്ചു എഴുന്നേറ്റ കർത്താവ് ശിഷ്യന്മാരുടെ അടുക്കൽ ചെന്ന് പറഞ്ഞു നിങ്ങൾക്ക് സമാധാനം. അപ്പോൾ സമാധാനം എന്ന് പറയുന്നത് ഒരു വ്യക്തിയാണ്, അല്ലാതെ അനുഭവമല്ല. ഈ അനുഭവത്തെ അന്വേഷിച്ച് ചെല്ലുമ്പോൾ ഇത് കിട്ടാതെ വരുന്നത്. ഇത് വ്യക്തിയാണെന്ന് മനസ്സിലാക്കുമ്പോൾ ആ വ്യക്തിയെ കോരിയെടുത്താണ് പട്ടക്കാരൻ തരുന്നത്. ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ സമാധാനം വരും, ഇല്ലെങ്കിൽ കയറത്തില്ല. വിശുദ്ധ കുർബാനയിൽ സമാധാനം കിട്ടണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾ അനുഭവിക്കണമെന്നുണ്ടെങ്കിൽ ഈ വ്യക്തിയാണ് ഈ വരുന്നതെന്ന് മനസ്സിലാക്കണം, അല്ലാതെ ശക്തിയല്ല. ശക്തി അതിനകത്തുണ്ട്, അതതിൻ്റെ ബൈ പ്രൊഡക്റ്റാണ്. വ്യക്തിയില്ലാതെ കിട്ടുന്ന സമാധാനം വേറെ സമാധാനമാണ്. അത് ലോകത്തിൻ്റെ സമാധാനമാണ്. അത് ഈ വ്യക്തി തരുന്നത് പോലെ അല്ല എന്ന് ഈ വ്യക്തി തന്നെ പറഞ്ഞു തന്നിട്ടുണ്ട്. സമാധാനം ലോകത്തിൽ നിന്നും കിട്ടും, കിട്ടാതിരിക്കത്തില്ല, പക്ഷെ അത് നിലനിൽക്കത്തില്ല. ലോകം തരുന്ന സമാധാനമൊന്നും സ്ഥിരമുള്ളത് അല്ല. അതുകൊണ്ടാണ് ഇവിടെ യെശയ്യാവിൻ്റെ പുസ്തകം 26-3 പറഞ്ഞിരിക്കുന്നു, സ്ഥിരമാനസൻ നിന്നിൽ ആശ്രയം വെച്ചിരിക്കുന്നത് കൊണ്ട് നീ അവനെ എങ്ങനെ കാത്തുകൊള്ളും? പൂർണ്ണ സമാധാനത്തിൽ കാത്തുകൊള്ളും. ദൈവത്തിൽ നിന്ന് വരുന്നതെല്ലാം, ഈ വ്യക്തിയിൽ നിന്ന് വരുന്നതെല്ലാം പൂർണ്ണമുള്ളതാണ്, അല്ലെങ്കിൽ പൂർണ്ണതയുള്ളതാണ്. മറ്റേതെല്ലാം അപൂർണമാണ്. കിട്ടുമ്പോൾ സമാധാനമാണെന്ന് തോന്നും,
അത് പോയി കഴിയുമ്പോൾ അസമാധാനവും അങ്കുലാപ്പുമായിരിക്കും. ലോകത്തിലെ സ്ഥാനമാനങ്ങളെല്ലാം സമാധാനം തരുന്നതാണ്. ഇപ്പം നടക്കുന്ന കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. നമുക്ക് ലോകത്തിൽ നമുക്ക് കിട്ടുന്ന എല്ലാ പൊസിഷൻസും, അത് ജോലിക്കാര്യങ്ങളിലാകാം, ആത്മീക വേലയിലാകാം, ആത്മീക വേലയിലും കിട്ടുന്ന സ്ഥാനമാനങ്ങൾ അത് ദൈവികമായി അതിനെ വ്യാപാരം ചെയ്തില്ലെങ്കിൽ അതും ലോകപ്രകാരമുള്ളതാവും. അപ്പോൾ അതിനകത്ത് അതിൻ്റെ കൂടെ ഈ ലോകത്തിൻ്റെ ആത്മാവും കൂടെ കയറും. അതാണ് ഈ ലോകത്തിൻ്റെ പ്രഭു വരുന്നുവെന്ന് കർത്താവ് പറഞ്ഞിട്ടുള്ളത്. ഈ ലോകത്തിൻ്റെ പ്രഭു വരുന്നു, എനിക്ക് അവനോട് ഒരു കാര്യവുമില്ല, എനിക്ക് അവനോട് ഒരു കാര്യമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ അവൻ്റെ സമാധാനം സ്വീകരിക്കാം. സ്വീകരിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ അങ്കലാപ്പൂടെ കാണും. കാരണം ലോകത്തിൻ്റെ പ്രഭു തരുന്ന സമാധാനം അവനിലേക്ക് നമ്മളെ ആകർഷിക്കുവാനും നമ്മളെ കുഴിയിൽ വീഴിക്കുവാനുമാണ്. ക്രിസ്തു അങ്ങനെ ചെയ്യുന്ന ആളല്ല. യേശുവിൻ്റെ കൂടെ നിന്നാൽ അവൻ ഒരിക്കലും നമ്മളെ കുഴിയിൽ വിടില്ല, ചതിക്കില്ല. അവൻ്റെ കൂടെ ആയിരുന്നാൽ സ്ഥിരമാനസൻ നിന്നിൽ ആശ്രയം വെച്ചിരിക്കുന്നതിനാൽ നീ അവനെ പൂർണ്ണ സമാധാനത്തോടെ കാത്തുകൊള്ളും. യഹോവയാം യാഹിൽ ശാശ്വതമായുള്ളൊരു പാറയുള്ളതിനാൽ യഹോവയിൽ എന്നേക്കും ആശ്രയിപ്പീൻ. ഇനി 9-ാം വാക്യം വായിച്ചേ. എൻ്റെ ഉള്ളം കൊണ്ട് ഞാൻ രാത്രിയിൽ നിന്നെ ആഗ്രഹിച്ചു, എൻ്റെ ഉള്ളിൽ എൻ്റെ ആത്മാവ് കൊണ്ട് തന്നെ ഞാൻ ജാഗ്രതയോടെ നിന്നെ അന്വേഷിക്കുന്നു. എൻ്റെ ഉള്ളം ദൈവത്തെ വാഞ്ചിച്ചു പോകുന്നുവെന്നാണ്. എൻ്റെ ദൈവമേ, നീ എൻ്റെ ദൈവമാകുന്നു, ഞാൻ നിനക്കായിട്ട് കാത്തിരിക്കും. ദാഹിച്ച് വരണ്ട് വെള്ളത്തിനായി ആഗ്രഹിക്കുന്ന ഭൂമി പോലെ എൻ്റെ ആത്മാവ് നിന്നെക്കുറിച്ച് ദാഹിക്കുന്നു. എന്നെങ്കിലും നമ്മുടെ ആത്മാവ് ഇത്ര തീവ്രമായിട്ട് ആഗ്രഹിച്ചിട്ടുണ്ടോ? നമ്മൾ ചുമ്മാ ഇത് സങ്കീർത്തനം വായിച്ചു വിടുന്നതല്ലേ ഉള്ളൂ. രാത്രിയിൽ നമ്മൾ എന്നെങ്കിലും കർത്താവിനെ ആഗ്രഹിച്ച് കിടന്നിട്ടുണ്ടോ? ഇത് ആഗ്രഹിക്കണമെങ്കിൽ നമുക്ക് ഇഷ്ടം തോന്നണം. ഇഷ്ടമില്ലാത്ത ഒരാളെ നമ്മൾ ആഗ്രഹിക്കത്തില്ല. പ്രണയ തൽപരരായിരിക്കുന്നവർ പരസ്പരം എപ്പോഴും ആലോചിച്ചുകൊണ്ടിരിക്കും. എന്താണ്? പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമാണ്. ആ ഇഷ്ടം കാരണം രാത്രിയും പകലും പഠിക്കാൻ പുസ്തകം തുറക്കുമ്പോഴും എപ്പോഴും ഇതിൻ്റെ കാര്യം മാത്രം ആലോചിച്ചുകൊണ്ടിരിക്കും. എന്തുകൊണ്ടാണത്? അത് ഇഷ്ടമുള്ളതുകൊണ്ടാണ്. അപ്പോൾ ഇഷ്ടമുണ്ടെങ്കിൽ മാത്രമേ ഈ ദാഹിച്ചു വരണ്ട് വെള്ളത്തിനെ ആഗ്രഹിക്കുന്ന ഭൂമിയുടെ അവസ്ഥ എന്താണ്? വരണ്ടിരിക്കുന്ന ഭൂമിയിലൊരു മഴ പെയ്യുമ്പോൾ അത് നമുക്ക് അനുഭവപ്പെടാൻ പറ്റും. വരൾച്ചയുള്ള സമയത്ത് ശക്തമായൊരു മഴ പെയ്യുമ്പോൾ ഭൂമിക്കുണ്ടാകുന്ന ആനന്ദം നമുക്ക് അനുഭവിക്കാൻ പറ്റും. വൃക്ഷത്തിനുണ്ടാകുന്ന സന്തോഷം നമുക്കറിയാൻ പറ്റും. ആത്മീയന് ഇതെല്ലാം തിരിച്ചറിയാൻ പറ്റും. അതായത് വരണ്ടിരിക്കുകയാണ് ഭൂമി, ശക്തമായൊരു മഴ പെയ്യുന്നു. ഒരാത്മീകനത് പെട്ടെന്ന് മനസ്സിലാവും, ഭൂമിക്കുണ്ടാകുന്ന സന്തോഷം. കാരണം ഇതെല്ലാം ഒറ്റ ആത്മാവിലാണ് നിൽക്കുന്നത്, സൃഷ്ടി മുഴുവനും. മരങ്ങൾക്കുണ്ടാകുന്ന ആ പ്രസരിപ്പ് ആത്മീകനത് മനസ്സിലാക്കുവാൻ പറ്റും. ഇവിടെ പറയുകയാണ്, എൻ്റെ ഉള്ളം കൊണ്ട് ഞാൻ രാത്രിയിൽ നിന്നെ ആഗ്രഹിച്ചെന്നാണ് പറയുന്നത്. എൻ്റെ ഉള്ളിൽ എൻ്റെ ആത്മാവ് കൊണ്ട് തന്നെ ഞാൻ ജാഗ്രതയോടെ നിന്നെ അന്വേഷിക്കും. ആരെ അന്വേഷിക്കും? ദൈവത്തെ അന്വേഷിക്കും. ദൈവത്തെ എങ്ങനെ അന്വേഷിക്കുവാൻ പറ്റത്തുള്ളൂ? ആത്മാവ് കൊണ്ടേ അന്വേഷിക്കുവാൻ പറ്റത്തുള്ളൂ. കാരണം ദൈവം ആത്മാവാകുന്നു. ആത്മാവിനെ ആത്മാവ് കൊണ്ടല്ലാതെ വേറൊന്നും കൊണ്ടും അന്വേഷിക്കാൻ പറ്റില്ല. നമ്മുടെ ജഡശരീരം വെച്ച് അന്വേഷിക്കുവാൻ പോയാൽ ഒക്കില്ലത്. കാരണം ജഡം ഈ സമയത്തിനകത്തുള്ള ഒരു കാര്യമാണ്. സമയത്തിനപ്പുറത്തുള്ള ഒരാളെ സമയത്തിനകത്തുള്ള ഒരു കാര്യം കൊണ്ട് അന്വേഷിക്കുവാൻ പോയാൽ ബുദ്ധിക്ക് ഒരു പരിധിയുണ്ട്, അതിനപ്പുറത്തോട്ട് പോകത്തില്ല. അതുകൊണ്ടാണ് നിരീശ്വരവാദികൾക്കും അതുപോലെ തന്നെ ദൈവനിരാസികൾക്കും ഇതെത്ര പറഞ്ഞാൽ ഇവരുടെ ഉള്ളിലോട്ട് കയറത്തില്ല. കാരണം ഇത് ആത്മാവുമായിട്ട് കണക്ഷൻ വന്നില്ല. അതുകൊണ്ടാണ്. ഉള്ളിൽ ഈ ആത്മാവ് ഇരിപ്പുണ്ട്, പക്ഷേ ഇവർക്കാർക്കും ഈ കണക്ഷൻ കിട്ടുന്നില്ല. എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടൊരു കാര്യമില്ലല്ലോ. ഇത് കറണ്ട് പാസ് ചെയ്യണ്ടേ? ഇപ്പോൾ ഇലക്ട്രിസിറ്റി എല്ലാ കണക്ഷനും കൊടുത്തിട്ട് എല്ലാം ഉണ്ട്.
ആ ഇലക്ട്രിക് പവറാണ് ഈ ആത്മാവ്. ഈ പവർ ഓൺ ആയെങ്കിൽ മാത്രമേ അകത്തേക്ക് കയറത്തുള്ളൂ, എങ്കിൽ മാത്രമേ ആ കണക്ഷൻ കിട്ടത്തുള്ളൂ. നമുക്ക് ആ കണക്ഷൻ കിട്ടിയിരിക്കുന്നത് ദൈവത്തിൻ്റെ കൃപയുള്ളതുകൊണ്ടാണ്, മറ്റവർക്കില്ലാതെ പോയതല്ല, അവരതിനെ നിരാശിച്ചതുകൊണ്ടാണ്. അപ്പോൾ ദൈവത്തെ അവർ അന്വേഷിക്കുന്നുണ്ട്. എല്ലാവരും ദൈവാന്വേഷികളാണ്. നിരീശ്വരവാദികളും ദൈവത്തെ അന്വേഷിക്കുന്നുണ്ട്. അന്വേഷിച്ചിട്ട് അവർക്ക് കണ്ടെത്താത്തത് കൊണ്ടാണ് അവർ നിരീശ്വരവാദിയായിപ്പോയത്. അവരെത്ര അന്വേഷിച്ചാലും കണ്ടെത്തില്ല. ഈ സാധനം ബ്രേക്ക് ചെയ്ത് പോയെങ്കിൽ മാത്രമേ പറ്റത്തുള്ളൂ. ആത്മാവിനെ ആത്മാവ് കൊണ്ട് മാത്രമേ അന്വേഷിക്കാവൂ. അപ്പോൾ ഇവരിങ്ങനെ അന്വേഷിച്ച് പോകുമ്പോൾ ഇതൊന്നും കണ്ടെത്താത്തത് കൊണ്ട് ആത്മാവില്ല എന്നിവർ പറയും. ആത്മാവില്ല എന്ന് പറയുന്നതിൻ്റെ കാരണം അവർക്ക് ഈ ജഡത്തിൻ്റെയും ബുദ്ധിയുടെയും പരിധിക്ക് അപ്പുറത്ത് നിൽക്കുന്ന ഒരു കാര്യത്തെ അവർക്ക് എത്തിപ്പിടിക്കുവാൻ പറ്റാത്തതുകൊണ്ട് മാത്രമാണ്. അപ്പോൾ എൻ്റെ ഉള്ളം കൊണ്ട് ഞാൻ നിന്നെ ആഗ്രഹിച്ചു, എൻ്റെ ആത്മാവ് കൊണ്ട് ഞാൻ നിന്നെ അന്വേഷിക്കുന്നു. അപ്പോൾ ഉള്ളിൽ നമ്മുടെ ഉള്ളം എന്ന് പറയുമ്പോൾ ആത്മാവും ദേഹിയും എല്ലാം കൂടെ ചേർന്നാണ്. ദേഹി, അതായത് നമ്മുടെ ഹൃദയബോധ വിചാര മണ്ഡലങ്ങളിൽ ഈ ആഗ്രഹം വരും. ആഗ്രഹം നമുക്ക് ബോധ്യമാകും. ആ ആഗ്രഹത്തിൻ്റെ ബോധ്യമാകലിൽ ആത്മാവ് കൊണ്ടാണ് കർത്താവിനെ അന്വേഷിക്കേണ്ടത്. അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊരു ഈ ശരീരത്തിനും മനസ്സിനും അകത്ത് നിന്നുകൊണ്ട് കണക്കിൻ്റെ രീതി പറയുന്ന പോലെ ഇത് പറഞ്ഞു തരാൻ പറ്റത്തില്ല. അതേസമയം ദൈവത്തെ അന്വേഷിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ആത്മാവ് കണക്ഷൻ തന്നു കഴിയുമ്പോൾ ഇതിൻ്റെ വ്യാപാരം നമുക്ക് ഉള്ളിൽ തനിയെ അനുഭവപ്പെട്ടു തുടങ്ങും. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും അതെങ്ങനെയാണ് പറഞ്ഞു തരേണ്ടതെന്ന് അറിഞ്ഞുകൂടാ. ഇപ്പോൾ റോസാപ്പൂവിൻ്റെ മണം അതെങ്ങനെയാണ് പറഞ്ഞു തരുന്നത്? നല്ല മണമാണ്, അത്രേ പറഞ്ഞു തരാൻ പറ്റത്തുള്ളൂ. അല്ലാതെ റോസാപ്പൂവിന് അതിൻ്റെ മണത്തിൻ്റെ സയൻറ്റിഫിക് എക്സ്പ്ലനേഷൻ ഞാൻ എങ്ങനെ പറഞ്ഞു തരും? ഒരു വെള്ളച്ചാട്ടത്തിൽ കുളിക്കുന്നു, അതിൻ്റെ അനുഭവം ഞാൻ എങ്ങനെ പറഞ്ഞു തരും? ബക്കറ്റിലെടുത്ത് ഇങ്ങനെ കോരി കുളിക്കുന്നതിൻ്റെ ആ ശക്തി വലിയ വെള്ളച്ചാട്ടം പോലെ വീഴുമ്പോൾ അതിൻ്റെ അനുഭവം ഞാൻ എങ്ങനെ പറഞ്ഞു തരും? പോയി വെള്ളച്ചാട്ടത്തിൻ്റെ കീഴിൽ നിൽക്കുക എന്നുള്ളതേ ഉള്ളൂ, വേറെ ഒരു മാർഗവുമില്ല. ഇതുപോലെയാണ് ആത്മാവിനെ അന്വേഷിക്കുക എന്ന് പറഞ്ഞാൽ. ഇത് ഇങ്ങനെയൊന്നുണ്ട്, അവിടെ ഒരു വെള്ളച്ചാട്ടമുണ്ട്, ആ വെള്ളച്ചാട്ടത്തിൽ പോയി നിൽക്കുക. അല്ലാതെ ഞാനിവിടെ നിന്നുകൊണ്ട് ആത്മാവിനെ അന്വേഷിക്കുന്ന രീതി എങ്ങനെയാണ്? ചിലരങ്ങനെ ചോദിക്കുക, അച്ഛാ ഇതെങ്ങനെയാണ് ഈ അന്വേഷിക്കുന്നത്? എനിക്കറിയില്ല. അവിടെ ചെന്ന് നിൽക്കുക. എവിടെ ചെന്ന്? ദൈവസന്നിധിയിൽ നിന്ന് എൻ്റെ ആത്മാവ് നിന്നെ പ്രതി ദാഹിക്കുന്നു എന്ന് ഉള്ളം കൊണ്ട് നമ്മൾ പറയുമ്പോൾ ആത്മാവിൽ ആ കണക്ഷൻ വന്നോളും. കാരണം ഇത് കണക്ട് ചെയ്തിട്ടേക്കുകയാണ്. എവിടെ? എല്ലാ വയറിങ്ങും കറക്റ്റാണ്. നമ്മളെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് വയറിങ്ങൊക്കെ കണക്ട് ചെയ്താണ് വിട്ടിരിക്കുന്നത്. എൻ്റെ ഉള്ളം കയ്യിൽ ഞാൻ എന്നെ വരച്ചിരിക്കുന്നു, അല്ലേ? അങ്ങനെ ആ വയറിങ് എല്ലാം സെറ്റ് ചെയ്ത് വിട്ടിരിക്കുകയാണ്. പക്ഷേ ഈ കണക്ഷൻ പവർ കൊടുത്തു വിടണം. ആ പവറാണ് മാമോദീസയിൽ കൂടി നമ്മളിലേക്ക് കണക്ട് ചെയ്ത് വിട്ടിരിക്കുന്നത്. പക്ഷേ നമ്മൾ പിന്നെയും ഈ ഫ്യൂസ് തട്ടിപ്പോയി എല്ലാ കണക്ഷനും വിട്ട് കിടക്കുകയാണ്. കറണ്ട് വന്നാലുമേ ഫ്യൂസ് കട്ടായി കഴിഞ്ഞാൽ പിന്നെ രക്ഷയുണ്ടോ എന്ന് പറയുന്ന പോലെ ഉള്ളൂ. ഇത് കറണ്ട് പിന്നെയും വന്നെന്ന് പറഞ്ഞാലും ഫ്യൂസ് കണക്ഷൻ എവിടെയെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ വീണ്ടും കെട്ടുകയും വേണം. അതിനാണ് കുമ്പസാരം, അനുതാപം, യാമപ്രാർത്ഥനകൾ, വചനധ്യാനങ്ങൾ, കർത്താവിനോട് ചേർന്നിരിക്കുക. ഈ കണക്ഷൻ എപ്പോഴും ഉണ്ടായിരിക്കുക. ഈ കണക്ഷനെയാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. അല്ല നമ്മളിങ്ങനെ ജൽപ്പനം ചെയ്ത് വിടുന്നതല്ല പ്രാർത്ഥന. ആ കണക്ഷൻ കിട്ടിക്കഴിയുമ്പോൾ നമ്മുടെ ഉള്ളിൽ വരുന്ന ചില ദൈവീക വ്യാപാരങ്ങളാണ് പ്രാർത്ഥനയാവേണ്ടത്. അല്ലാതെ അത് തരണേ, ഇത് തരണേ, ഇതൊക്കെ മാറണം. അതൊക്കെ നടന്നോളും. നമ്മൾ കർത്താവിനെപ്പറ്റി ധ്യാനിക്കുമ്പോൾ അവൻ നമുക്ക് അവനെപ്പറ്റി തരുന്ന പരിജ്ഞാനമാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. ആ കണക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ അത് നടക്കത്തുള്ളൂ. അല്ലാതെ മോളുടെ അസുഖം മാറണം, പരീക്ഷയിൽ ജയിക്കണം, നല്ല ജോലി വേണം, ഇങ്ങനെയുള്ള ലൗകികമായ ആവശ്യങ്ങൾ മാത്രം നമ്മൾ ശ്രദ്ധ വെച്ച് കഴിഞ്ഞാൽ, അത് ശ്രദ്ധ വയ്ക്കേണ്ടതെന്ന് പറയുന്നില്ല, പക്ഷെ ഒരു
ആധ്യാത്മികതയുടെ മറ്റൊരു തലത്തിലേക്ക് എത്തിക്കഴിയുമ്പോൾ നമ്മൾ ഇതിനെപ്പറ്റിയൊന്നും ബോധേഡാകത്തില്ല എന്നുള്ളതാണ് മറ്റൊരു സത്യം. പിന്നെ നമ്മളെല്ലാവരും മനുഷ്യരല്ലേ, ഈ ലോകത്തിൽ ജീവിക്കുന്നവരല്ലേ. അപ്പോൾ നമുക്ക് ചില കാര്യങ്ങൾ നിർവഹിക്കപ്പെടാതെ പോകുമ്പോൾ നമ്മൾ അഭയം പ്രാപിക്കുന്നത് ദൈവസന്നിധിയിലാണ്. ദൈവസന്നിധിയിൽ അഭയം പ്രാപിക്കുമ്പോൾ നമ്മൾ നമ്മുടെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും സമർപ്പിക്കും. അങ്ങനെ സമർപ്പിക്കാം. നിങ്ങളുടെ ആവശ്യങ്ങളെയും ആഗ്രഹങ്ങളെയും സ്തോത്രത്തോടെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുക അത്രേ വേണ്ടതെന്ന് ഫിലിപ്പിയർ എഴുതിയ ലേഖനം 4-ാം അധ്യായത്തിൽ പൗലോസ് പഠിപ്പിക്കുന്നുണ്ട്. സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും നന്ദിയോടെ നിങ്ങളുടെ ഹൃദയങ്ങൾ പാടിയും നിങ്ങളുടെ ആവശ്യങ്ങളെ സ്തോത്രത്തോടുകൂടി ദൈവസന്നിധിയിൽ സമർപ്പിക്കുക അത്രേ വേണ്ടത്. എല്ലായ്പ്പോഴും പ്രാർത്ഥിപ്പീൻ, പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പീൻ, അല്ലേ? അപ്പോൾ അത് അപേക്ഷിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. പക്ഷേ ഒരു തലം കഴിയുമ്പോൾ നമുക്കിത് അപ്രസക്തമാകും. പിന്നെ ക്രിസ്തുവിനെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ നിറഞ്ഞു കഴിയുമ്പോൾ ഇത് അപ്രസക്തമാവുകയും സ്നേഹം വർദ്ധിക്കുകയും ചെയ്യും. ആ സ്നേഹം വർദ്ധിക്കുമ്പോൾ വീണ്ടും വീണ്ടും നമ്മുടെ ആത്മാവ് ക്രിസ്തുവിനെപ്പറ്റി ആരാഞ്ഞുകൊണ്ടേയിരിക്കും. ഇവൻ ആരാണ്, എന്താണ് എന്നുള്ള കാര്യമൊക്കെ നമുക്ക് വളരെ തീക്ഷ്ണതയോടെ അന്വേഷിക്കുവാനുള്ള ഒരു ആഗ്രഹം നമ്മുടെ ഉള്ളിൽ വരും. അതുകൊണ്ട് നമുക്ക് ഈ ഗീതം ഒന്ന് നമുക്ക് ശ്രദ്ധിക്കാം. നമ്മുടെ ആരാധനാ ഗീതം ആരാളാവും നമുക്കൊന്ന് കേട്ട് നമുക്കൊന്ന് ധ്യാനിക്കാം. അതിൻ്റെ യേശുവിൻ്റെ ഈ പ്രാഭവം, അവൻ ആരാകുന്നു. ഇത് കഴിഞ്ഞിട്ട് എനിക്കൊരു കാര്യം നിങ്ങളോട് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയുവാനുണ്ട്. നമുക്കതിൻ്റെ ഈ പ്രാർത്ഥനയിലേട്ടൊന്ന് ഇതൊരു പ്രാർത്ഥന പോലെ നമ്മളത് ധ്യാനിക്കാം. കാഴ്ചയിലവൻ എളിയോനെന്ന ഭ്രമമാഗ്നിയ കേറ്റുന്നു. മാനവജന്മം പൂണ്ടോനാ ദൈവതനൂജനിവൻ അപ്പോൾ പിതാക്കന്മാർ പാടുകയാണ്, ആരാണിത്? ഞങ്ങൾക്ക് വർണ്ണിക്കുവാൻ സാധിക്കുന്നില്ല. ഒരു പൈതൽ ബേത്ലഹേമിൽ ജനിച്ചിരിക്കുന്നു, ഒരു പുൽക്കൂട്ടിൽ. നിങ്ങളോട് ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. പഴയ നിയമത്തിൽ യേശുക്രിസ്തുവിനെ പറ്റി പ്രവചിച്ച വിജാതീയനായൊരു പ്രവാചകനുണ്ടായിരുന്നു. പേര് പറയാമോ? പഴയ നിയമത്തിൽ ഒരുപാട് പ്രവാചകന്മാരുണ്ട്. മോശ യേശുവിനെ പറ്റി പ്രവചിച്ചിരുന്നു, പക്ഷേ വിജാതീയനല്ല. മോശ എന്താണ് പ്രവചിച്ചിരുന്നത്? ആ പ്രവാചകൻ, എന്നേക്കാൾ വലിയവനായൊരു പ്രവാചകൻ വരും എന്ന് മോശ പറഞ്ഞിരുന്നു. അത് യേശുവിനെ പറ്റിയാണ്. എന്നാൽ പഴയ നിയമത്തിൽ വളരെ പ്രഗത്ഭനായ, നമ്മൾ അത്ര ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല, ഒരു പ്രവാചകനുണ്ടായിരുന്നു. അയാൾ വിജാതീയനായിരുന്നു. ആരാണെന്ന് നിങ്ങൾക്ക് പറയാൻ സാധിക്കുമോ? ഞാൻ വേണമെങ്കിൽ ഒരു ഹിൻ്റ് തരാം. ഈ പ്രവാചകനെ ഇസ്രായേൽ മക്കളെ ശപിക്കുവാനായിട്ട് ഒരു രാജാവ് വിളിച്ചു. പക്ഷേ ശാപം അനുഗ്രഹമായിപ്പോയി. ബിലയാം ഒരു വിജാതീയനായിരുന്നു. പക്ഷേ ചെറിയ പ്രവാചകനല്ല ആൾ. യേശുവിനെ പറ്റി പ്രവചിച്ചിട്ടുണ്ട്. അതെവിടെയാണ്? സംഖ്യാപുസ്തകം 24-ാം അധ്യായം
17 വാക്യം. ഞാൻ അവനെ കാണും, ഇപ്പോഴല്ലാതാനും ഞാൻ അവനെ ദർശിക്കും, അടുത്തല്ലാതാനും യാക്കോബിൽ നിന്ന് ഒരു നക്ഷത്രം ഉദിക്കും. ഇതൊരു ചെറിയ പ്രവാചകനല്ല കേട്ടോ. കർത്താവിനെ പറ്റി പ്രവചിക്കണമെന്നുണ്ടെങ്കിൽ അവൻ എത്ര ശക്തിമാനായ പ്രവാചകനായിരിക്കണം. മാത്രമല്ല കണ്ണ് തുറന്ന് ധ്യാനത്തിലിരിക്കുന്ന ആളായിരുന്നെന്നാണ് പറയുന്നത്. സംഖ്യാപുസ്തകം 24-ാം അധ്യായം 17-ാം വാക്യം. ഇനി 24-ാം അധ്യായം 16-ാം വാക്യം വായിച്ചാൽ ഈ പ്രവാചകൻ്റെ ശ്രേഷ്ഠത മനസ്സിലാവും. ദൈവത്തിൻ്റെ അരുളപ്പാട് കേൾക്കുന്നവൻ, അപ്പോൾ കർത്താവിൻ്റെ അരുളപ്പാട് നേരിട്ട് കേൾക്കുന്നവനാണ്, വിജാതീയനാണെന്ന് ഓർക്കണം. അത്യുന്നതൻ്റെ പരിജ്ഞാനം പ്രാപിച്ചവൻ, സർവശക്തൻ്റെ ദർശനം ദർശിക്കുന്നവൻ, വീഴുമ്പോൾ കണ്ണു തുറന്നിരിക്കുന്നവൻ പറയുന്നത്. വീഴുമ്പോൾ എന്ന് പറഞ്ഞാൽ താഴെ വീഴുമ്പോൾ എന്നുള്ളതല്ല, ഈ ദർശനത്തിൽ ആകുമ്പോൾ എന്നാണ് അർത്ഥം. ഇംഗ്ലീഷ് ബൈബിൾ നോക്കിയാൽ അത് മനസ്സിലാവും. ദർശനത്തിൽ ആകുമ്പോൾ കണ്ണ് തുറന്നിരിക്കും. സാധാരണ ദർശനം കിട്ടുമ്പോൾ എല്ലാവരും കണ്ണടയ്ക്കുകയായിരുന്നു. കണ്ണടച്ചിരിക്കുമ്പോഴാണ് ദർശനം കിട്ടുന്നത്. എന്നാൽ ഇവിടെ ദാ ഒരു പ്രവാചകൻ, അതും ഒരു വിജാതീയൻ, കണ്ണ് തുറന്നിരുന്ന് ദർശനം കാണുമായിരുന്നു. അപ്പോൾ ഈ ശക്തിയുള്ള പ്രവാചകനെയാണ് ബാലാക്ക് വിളിച്ച് ഇസ്രായേൽ ജനത്തെ ശപിക്കുവാനായിട്ട് അവനോട് പറയുന്നത് അല്ലേ? ആ കഥയെല്ലാം നിങ്ങൾക്കറിയാം. ഞാൻ വേറൊരു കാര്യം പറയാനാണിത് പറയുന്നത്. നമുക്ക് മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായത്തിലേക്ക് വരാം. അവിടെ യഹൂദന്മാരുടെ രാജാവായി അന്ന് വിലസിയിരുന്ന ഹെരോദാവ് ഭയന്നുപോയി. 2-ാം അധ്യായം 1-ാം വാക്യം വായിച്ച്. ഹെരോദ രാജാവിൻ്റെ കാലത്ത് യേശു യഹൂദിയയിലെ ബേത്ലഹേമിൽ ജനിച്ച ശേഷം കിഴക്ക് നിന്ന് വിദ്വാൻമാർ യെരുശലേമിലെത്തി, യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ? ഞങ്ങൾ അവൻ്റെ നക്ഷത്രം കിഴക്ക് കണ്ട് അവനെ നമസ്കരിപ്പാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കണം, മഹാനായ ഹെരോദാവെന്നാണ് ഈ ഹെരോദാവിനെ അറിയപ്പെടുന്നത്. ഹെരോദ് ദ ഗ്രേറ്റ്. എവിടെയോ ജനിച്ച ഒരു ശിശു, അവനെപ്പറ്റി ഹെരോദാവ് ഇത്രയും വെങ്കൽ കൊള്ളുവാൻ എന്താ കാര്യം? ഇയാൾ ഭയന്നുപോയി. പ്രവചനം അറിയാമായിരുന്നു. ഏത് പ്രവചനം? യേശു ജനിക്കുമെന്നുള്ള പ്രവചനം. ആരുടെ പ്രവചനം? ബിലയാമിൻ്റെ പ്രവചനം മാത്രമല്ല, പഴയ നിയമത്തിൽ പലരും പ്രവചിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഹെരോദാവ് എന്തിനാണ് പേടിക്കുന്നത്? അതാണ് എൻ്റെ ചോദ്യം. നക്ഷത്രം കണ്ടുവന്ന വിദ്വാൻമാർ യേശു ജനിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് ബിലയാമിൻ്റെ പ്രവചനത്തിൽ യാക്കോബിൽ നിന്നൊരു നക്ഷത്രം ഉദിക്കും എന്നുള്ളത് കൃത്യമായി ബിലയാം മനസ്സിലാക്കിയിട്ട് ഇത് തന്നെയാണ് രാജാവ് എന്ന് മനസ്സിലായി. ശരി, അതുകൊണ്ട് ഇനി മാത്രം പേടിക്കേണ്ട കാര്യം എന്താണ്? ഒരു കൊച്ചു കുഞ്ഞല്ലേ, ഇനി അവൾ വളർന്നൊക്കെ വന്ന് രാജാവൊക്കെ ആകുമ്പോഴത്തേന് എത്ര കാലമെടുക്കും. പക്ഷേ ഭയക്കാൻ മറ്റൊരു കാര്യമുണ്ട്. അതെന്താണെന്നറിയാമോ? താഴോട്ട് വായിച്ചാൽ അവിടെ ഒരു കാര്യം കിടപ്പുണ്ട്. അതായത് ഞാൻ പറയാം, നിങ്ങൾ പിന്നീട് വായിച്ചു നോക്കിയാൽ മതി. ഈ പ്രവാചകൻ, അതായത് ബിലയാം പറയുന്നുണ്ട്, ഈ യാക്കോബിൻ്റെ നക്ഷത്രമായവൻ ഏദോമിനെ തകർത്തെറിയുമെന്ന് പറയുന്നുണ്ട്. ഏദോം, അതും ഹെരോദാവുമായിട്ടുള്ള ബന്ധം എന്താണ്? ഹെരോദാവ് ഏദോമിനായിരുന്നു. അതുകൊണ്ട് ബിലയാമിൻ്റെ പ്രവചനം അനുസരിച്ച് ഏദോമിരായ ആരും ഇനി രാജാവായി വാഴില്ല. അതുകൊണ്ടാണ് ഹെരോദ രാജാവ് അത്രയും പേടിച്ചത്. അപ്പോൾ നമുക്ക് കർത്താവിൻ്റെ ജനനമായിട്ട് ബന്ധപ്പെട്ട് ആട്ടിടയന്മാർക്ക് കിട്ടിയ ഈ പാട്ടൊന്ന് കേട്ടിട്ട് നമുക്ക് അടുത്ത സെഷനിലേക്ക് പോവാം.
ഇപ്രകാരം പ്രാർത്ഥിക്കാം. തലകളെ ഒന്ന് വണക്കി. കൃപയാൽ ഞങ്ങളെ ദൈവീകരാക്കുവാൻ വേണ്ടി മനുഷ്യ ശരീരം എടുത്ത ആത്മാവാകുന്ന ദൈവമേ, നീ ശിശുവായി പൂജാതം ചെയ്തതിനെ ഓർത്ത് നിന്നെ വാഴ്ത്തുവാനും ആ വലിയ പെരുന്നാളിലേക്ക് വീണ്ടും ഞങ്ങളെ അടുപ്പിക്കുവാനും നിൻ്റെ ആത്മീയ പുൽക്കൂടിലേക്ക് ഞങ്ങളെ വിളിച്ചടുപ്പിക്കുകയും ചെയ്തതിനാൽ അത്ഭുത ശിശുവേ നിനക്ക് സ്തുതി. സുഗ്രാഹ്യമല്ലാത്ത ഈ മഹനീയ ജനനത്തിൻ്റെ ശ്രേഷ്ഠതയെ ഗ്രഹിക്കുവാൻ ഞങ്ങളുടെ ബോധങ്ങളെ ലോകത്തിൻ്റെ തത്വചിന്തകളുടെ സമ്പ്രദായത്തിൽ നിന്നും മനുഷ്യരുടെ സമ്പ്രദായങ്ങളിൽ നിന്നും മാറ്റി ക്രിസ്തുവെന്ന ദൈവീക പരിജ്ഞാനത്തിലേക്ക് ഉയർത്തണമേ. ഉയരത്തിനും ആഴത്തിനും ഒതുങ്ങാത്ത നീ മാനുഷിക കരങ്ങളിൽ എങ്ങനെ ഒതുങ്ങി? കർത്താവെ, നീ അത്ഭുതമാകുന്നു. അതിനെ വെല്ലുവാൻ മറ്റൊരു പരിമളവും അതിനോട് തുല്യമായ മറ്റൊരു സുഗന്ധവും അതിനേക്കാൾ ഉപരിയായ മറ്റൊരു രൂപവും അതിനോടൊക്കുന്ന മറ്റൊരു ഘ്രാണവും ഇല്ലാത്തതായി പരിപൂർണമായ പരിമളവാസനയായിരിക്കുന്ന എൻ്റെ കർത്താവേ, നിൻ്റെ സുഗന്ധത്തിൽ എൻ്റെ ആത്മാവിനെ സുരഭിലമാക്കണമേ. നിൻ്റെ മഹത്വത്താൽ ഞങ്ങളെ സന്തോഷിപ്പിക്കണമേ. ഞങ്ങളുടെ കണ്ണുകളെ ശോഭിപ്പിക്കണമേ. ഞങ്ങളുടെ രക്ഷയെ പൂർത്തീകരിക്കുകയും ചെയ്യണമേ. നിനക്ക് സ്തുതി ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നും എന്നേക്കും തന്നെ. ആമീൻ. കർത്താവിൻ്റെ ജനനത്തെ ഇത്ര അത്ഭുതകരമായിട്ട് പിതാക്കന്മാർ കണ്ടിരിക്കുന്നത് എന്താണ്? ഞാൻ ഈ അടുത്തിടെയായിട്ട് നിങ്ങളോടെല്ലാം പറഞ്ഞിട്ടുള്ള കാര്യമാണ്. യേശു ചെയ്ത ഏറ്റവും വലിയ അത്ഭുതം എന്ന് പറയുന്നത് അവൻ്റെ മനുഷ്യാവതാരമാണ്. അതായത് പിതാവിൻ്റെ സൗന്ദര്യമായിരുന്ന, ജ്ഞാനമായിരുന്ന, ആത്മാവായിരുന്ന, തൃത്വത്തിൽ രണ്ടാമനായിരിക്കുന്ന കർത്താവ് ജഡശരീരം എടുക്കുകയാണ്. അത് ദൈവത്തെ സംബന്ധിച്ചിടത്തോളം താല്പര്യമുള്ളൊരു വിഷയമല്ല. കാരണം ജഡാഭിലാഷം ആത്മാവിനും ആത്മാഭിലാഷം ജഡത്തിനും വിരോധമായിരിക്കുന്നു. എടുത്തോ, ഗലാത്യർ 5-ാം അധ്യായം 16-ാം വാക്യവും റോമർ 8-ാം അധ്യായം കൂടെ എടുക്കുക. ഗലാത്യർ 5-ാം അധ്യായം 16-ാം വാക്യം വായിച്ചോളൂ. എന്താണ് അവിടെ എഴുതിയിരിക്കുന്നത്? ആത്മാവിനെ അനുസരിച്ച് നടപ്പീൻ, എന്നാൽ നിങ്ങൾ ജഡത്തിൻ്റെ മോഹം നിവർത്തിക്കുകയില്ല എന്ന് ഞാൻ പറയുന്നു. ജഡാഭിലാഷം ആത്മാവിനും ആത്മാഭിലാഷം ജഡത്തിനും വിരോധമായിരിക്കുന്നു. ഇനി റോമർ 8-ാം അധ്യായം എടുക്കുക. റോമർ 8-ാം അധ്യായം എടുക്കുക. അതിൽ 5-ാം വാക്യം തൊട്ട് വായിക്കുക. ജഡസ്വഭാവമുള്ളവർ ജഡത്തിനുള്ളതും ആത്മസ്വഭാവമുള്ളവർ ആത്മാവിനുള്ളതും ചിന്തിക്കുന്നു. ജഡത്തിൻ്റെ ചിന്ത മരണമാണ്, ആത്മാവിൻ്റെ ചിന്തയോ ജീവനും സമാധാനവും തന്നെ. ജഡത്തിൻ്റെ ചിന്ത ദൈവത്തോട് ശത്രുത്വം ആകുന്നു. അത് ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തിന് കീഴ്പ്പെടുന്നില്ല, കീഴ്പ്പെടുവാൻ കഴിയുന്നതുമല്ല. ഇനി 1 കൊരിന്ത്യർ 5:21 വായിക്കണം. 1 കൊരിന്ത്യർ 5:21 വായിക്കണം. 5 അല്ല, 2 കൊരിന്ത്യരായിരിക്കും. 2 കൊരിന്ത്യർ നോക്കി. പാപം അറിയാത്തവനെ നാം അവനിൽ ദൈവത്തിൻ്റെ നീതിയാകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി തന്നെത്താൻ പാപം ആക്കി. അപ്പോൾ ഈ കാര്യം നമ്മളൊന്ന് മനസ്സിലാക്കി പഠിക്കേണ്ടിയിരിക്കുന്നു. ജഡസ്വഭാവമുള്ളവർ ജഡത്തിന് ചിന്തിക്കുന്നു, ആത്മസ്വഭാവമുള്ളവർ ആത്മാവിന് ചിന്തിക്കുന്നു. ജഡസ്വഭാവം എന്ന് പറഞ്ഞാൽ അത് ദൈവത്തോട് ശത്രുത്വമാവുന്നു. അത് ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തിന് കീഴ്പ്പെടുന്നില്ല, കീഴ്പ്പെടുവാൻ കഴിയുന്നതല്ല. ആത്മാവും ജഡവും തമ്മിൽ ശത്രുത്വമാണുള്ളത്. കാരണം മറ്റൊന്നുമല്ല, ഈ ജഡം, അതായത് ഈ ലോകത്തിലെ ഈ ജഡം ആത്മാഭിലാഷത്തിന് എപ്പോഴും എതിരായിട്ടേ നിൽക്കത്തുള്ളൂ. ഏത് വിശുദ്ധൻ്റെയും ജഡം അവൻ്റെ ആത്മാവിനെ പരിപോഷിപ്പിക്കുവാൻ ഉദകരിക്കുന്നതല്ല. ആ ജഡത്തെ ആത്മാവിൻ്റെ ശക്തി കൊണ്ട് തേജസ് ഉണ്ടാക്കുവാനാണ് നമ്മൾ ശ്രമിക്കുന്നത് കർത്താവിൻ്റെ കൃപയാൽ. അപ്പോൾ ഈ ജഡം കർത്താവ് എടുക്കുകയാണ്. അപ്പോൾ നമ്മളുടെ വേദശാസ്ത്രം അനുസരിച്ച്
പുത്രന് ഒരു മഹത്വീകരിക്കപ്പെട്ട ശരീരം ഉണ്ട്. ആ മഹത്വീകരിക്കപ്പെട്ട ശരീരത്തെയാണ് കർത്താവ് ഉപേക്ഷിക്കുന്നത്. ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞാൽ തന്നിൽ നിന്ന് ആ മഹത്വം പോകുന്നു എന്നർത്ഥമില്ല. പക്ഷേ അവൻ ആദാമിൻ്റെ വീണ ശരീരം എടുക്കുവാൻ തീരുമാനിക്കുകയാണ്. ആദാമിൻ്റെ വീണ ശരീരം എടുത്തെങ്കിൽ മാത്രമേ, ഇത് ശ്രദ്ധിച്ചോളണം, എനിക്ക് ഇന്ന് കിട്ടിയൊരു വെളിച്ചമാണ്, ആത്മാവിൻ്റെ വീണ ശരീരം എടുത്തെങ്കിൽ മാത്രമേ പാപം വലിച്ച് തേക്കുവാൻ പറ്റത്തുള്ളൂ. അവനിൽ പാപമില്ല. ഇവിടെ കൊരിന്ത്യർ 5:21 പറയുന്നത്, പാപം എന്തെന്നറിയാത്തവനെ നാം അവനിൽ ദൈവത്തിൻ്റെ നീതിയാകേണ്ടതിന്, അതായത് ദൈവത്തോട് നമ്മൾ അനുരൂപപ്പെടേണ്ടതിന് നമുക്ക് വേണ്ടി തന്നെത്താൻ പാപം ആക്കി. ചിലർക്കെങ്കിലും ഒരു സംശയമുണ്ട്. എന്നോട് മെസ്സേജസിലൊക്കെ കുറച്ച് പേര് ചോദിച്ചിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞതിൻ്റെ ആ അർത്ഥം മനസ്സിലാകാതെ പോയതുകൊണ്ടാണ്. അതായത് ദൈവം മഹത്വീകരിക്കപ്പെട്ട ശരീരം ഉപേക്ഷിച്ചിട്ടില്ല, ആ മഹത്വം പോയിട്ടില്ല. പക്ഷേ അവനത് മാറ്റിവെച്ചു, മഹത്വം പോകാതെ തന്നെ മാറ്റിവെച്ചു. അതുകൊണ്ടാണ് അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണമെന്ന് വിചാരിക്കാതെ മനുഷ്യ സാദൃശ്യത്തിലായി. ഏത് സാദൃശ്യത്തിലായി? ആദാമിൻ്റെ വീണ ശരീരത്തിൻ്റെ സാദൃശ്യം അവൻ സ്വീകരിക്കുവാൻ തയ്യാറാകുന്നതിനെയാണ് താഴ്മ എന്ന് പറയുന്നത്. അതാണ് കെനോസിസ്, തിയറി ഓഫ് കെനോസിസ് എന്ന് പറയും, കെനോട്ടിക് തിയറി. ഫിലിപ്പിയർ 2:5 പിതാക്കന്മാർ അതിനുവേണ്ടി എടുക്കുന്നത്. ഫിലിപ്പിയർ 2:5 ക്രിസ്തുവിൻ്റെ ഭാവം തന്നെ നിങ്ങളിൽ ഉണ്ടായിരിക്കട്ടെ, അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപം എടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. അതുകൊണ്ട് ദൈവം അവനെ ഉയർത്തി സകല നാമങ്ങൾക്കും മേലായ നാമം നൽകി. പിന്നെന്താ പറയുന്നത്? സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും സർവ്വലോകരും അധോലോകരുടെയും മുഴങ്കാലൊക്കെയും മടങ്ങുകയും എല്ലാ നാവും യേശുവിനെ കർത്താവ് എന്ന് പിതാവാം ദൈവത്തിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിനായി ഏറ്റുപറയുകയും ചെയ്യേണ്ടി വരും. അതിനു മുമ്പുള്ള ഭാഗത്തെയാണ്, അതായത് ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു എന്ന് പറയുന്ന ആ ഭാഗത്തിനെയാണ് കെനോസിസ് തിയറി എന്നാണ് പറയുന്നത്. അതൊന്നും നിങ്ങൾ പഠിക്കണ്ട, അറിയാൻ വേണ്ടി പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. ഇത് ദൈവത്തിന് അനുയോജ്യമായൊരു കാര്യമല്ല. ഞാൻ പറഞ്ഞിരിക്കുന്ന വാക്കാണ്, അപ്രാപ്യമല്ല, പക്ഷേ അനുയോജ്യമല്ല. ദോ ഇറ്റ് ഈസ് നോട്ട് ഇമ്പോസിബിൾ, ഇറ്റ് ഈസ് ഇംപ്രോബബിൾ എന്നാണ് പറയേണ്ടത്. ദോ ഇറ്റ് ഈസ് നോട്ട് ഇമ്പോസിബിൾ, ഇറ്റ് ഈസ് ഇംപ്രോബബിൾ. അത് അസാധ്യമൊന്നുമല്ല കർത്താവിന്, പക്ഷേ അനുയോജ്യമല്ല. ഈ അനുയോജ്യമല്ലാത്ത ഒരു സംഗതിയെ കർത്താവ് നമുക്ക് വേണ്ടി യോജ്യമാക്കി ഈ മനുഷ്യ ശരീരം ഏറ്റെടുക്കുകയാണ്. ഇത് വല്ലാത്തൊരു താഴ്മയാണ്. നമുക്കത് മനസ്സിലാക്കാൻ പറ്റില്ല. കാരണം നമ്മൾ ടൈമിനപ്പുറത്തുള്ള ലോകം കണ്ടിട്ടില്ല. അതിലെത്തിപ്പെടുമ്പോഴേ ഇതിൻ്റെ ആ ഭാരം മനസ്സിലാകത്തുള്ളൂ. കർത്താവ് ജീവിച്ചിരുന്ന 33 കൊല്ലവും ഈ ഭാരം താങ്ങിയിട്ടുണ്ടാവുമെന്നാണ് എൻ്റെ ഒരു വിചാരം. കാരണം പാപമയമായ ശരീരത്തിന്, സാധ്യതയുള്ള ശരീരത്തിൽ പാപമില്ലാതെ ആ ദൈവീക വ്യാപാരം ഒട്ടും കുറയാതെ സൂക്ഷിച്ചുകൊണ്ട് അതിനെ നിലനിർത്തുക എന്നുള്ളത് അത് വലിയൊരു ടാസ്ക്കാണ്. നമുക്കറിയാം, നമ്മുടെ ഈ ജഡശരീരം കൊണ്ട് ഒരു ദിവസം നമ്മൾ എന്തെല്ലാം തിന്മകൾ ചെയ്യുന്നുണ്ട്, എന്തെല്ലാം നമ്മൾ അറിഞ്ഞും അറിയാതെയൊക്കെ ഇഷ്ടം പോലെ പാപം ചെയ്യുന്നുണ്ട്. ഇനി എത്ര സൂക്ഷിച്ചെന്ന് പറഞ്ഞാലും പാപം വന്നു കയറുകയും ചെയ്യും. കാരണം അവയവങ്ങളിൽ എന്തുണ്ട്? പാപമുണ്ട്. എന്നാൽ കർത്താവിൻ്റെ അവയവങ്ങളിൽ പാപമില്ലായിരുന്നു. അതുകൊണ്ടാണ് പാപമില്ലാത്തവൻ പാപികളായ നമുക്ക് വേണ്ടി മനസ്സോടം മരണം അനുഭവിക്കുവാൻ തയ്യാറായപ്പോൾ എന്ന് പറഞ്ഞത്. എന്തിനാണെന്ന് ചോദിച്ചാൽ, ആദാമിനെ പഴയ സ്വരൂപത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനാണ്. ഞാൻ കഴിഞ്ഞ ദിവസത്തിലെ ശതരാചിന്തകളിലൊക്കെ അത് പറയുന്നുണ്ടായിരുന്നു. 2 പ്രോസസ്സാണുള്ളത്. ഒന്ന്,
റിഡംഷൻ, മറ്റൊന്ന് റിസ്റ്റോറേഷൻ. റിഡംഷൻ പൂർത്തീകരിച്ചു, റെസ്റ്റോറേഷൻ പൂർത്തീകരിച്ചു കൊണ്ടേയിരിക്കുന്നു. അത് നമ്മളുടെ സഹകരണത്തോടു കൂടി മാത്രമേ കർത്താവിന് അത് പൂർത്തീകരിക്കുവാൻ സാധിക്കത്തുള്ളൂ. റിഡംഷൻ പ്രോസസ്സാണ് കർത്താവിൻ്റെ കാൽവരി യാഗത്തോടും ഉയർപ്പിനോടും കൂടെ സംഭവിച്ചത്. നമ്മളെ വീണ്ടെടുത്തു. മരണത്തിൻ്റെ അധികാരിയെ തൻ്റെ മരണത്താൽ തോൽപ്പിച്ച് ആദാമിൻ്റെ വായിലേക്ക് അവൻ്റെ കാൽവറിയിൽ നിന്ന് ഒഴുകിയ രക്തം ഇറ്റിറ്റ് വീണ് അവനത് ഏദൻ തോട്ടത്തിൽ നഷ്ടപ്പെടുത്തിയത് പാനം ചെയ്ത് സൃഷ്ടിയെ മുഴുവൻ ആദാമിലൂടെ വീണ്ടെടുത്തു. കൊല്ലിയാച്ചയുടെ സദറ പ്രാർത്ഥനയിൽ അതുണ്ട്. അബ്രഹാം എവിടെ യാഗം കഴിച്ചുവോ, മൽക്കീസദേക്ക് എവിടെ പൂർത്തീകരിച്ചുവോ, അവിടെ തന്നെ കർത്താവിൻ്റെ കുരിശ് നാട്ടപ്പെട്ടു. അവിടെയാണ് ആദാമിനെ സംസ്കരിച്ചതും അവൻ്റെ ദേഹത്തിൽ നിന്നും ഊറ്റിയിറങ്ങിയ രക്തം ആദാമിൻ്റെ വായിലേക്ക് ഇറ്റിറ്റ് വീണു എന്നാണ് പറയുന്നതെന്നല്ല എന്നാണ് ആ പ്രാർത്ഥന. അങ്ങനെ ഏദൻ തോട്ടത്തിൽ വെച്ച് നഷ്ടപ്പെട്ടു പോയ ജീവവൃക്ഷത്തിൻ്റെ കനി ആദ്യമായിട്ട് ആദാമിന് വീണ്ടും ലഭിക്കുകയാണ്. എനിക്കത് കാണുമ്പോൾ ഭയങ്കര ഇത് വരും. എന്താണ് ഞാൻ പറഞ്ഞത്? ഒരു പാട്ട് കേൾക്കാം. ദാവീദിൻ മകൾ കന്നി ജനതാമധ്യേ നിന്നിടുന്നു, കൈകളിൽ മേവുന്നുണ്ണി, താർക്കികരവനെ ചൂഴുന്നല്ലോ. പാർക്കുന്നേകൻ നേർക്കുന്നന്യൻ, സാക്ഷി ചന്യനിവൻ താൻ ദൈവം. ദാവീദിൻ മകൾ കന്നി നമ്മെ വിളിച്ചാൽ സ്നേഹത്താൽ താൻ പന്തിയിലേക്കിന്നാളിൽ വരുവിൻ നമ്മൾ കാമോദിക്കാം, അവളോടൊന്നിച്ചുൾഘോഷിക്കാം. തൽഫലമീശൻ താനെന്നേവം. ഒരു പ്രാർത്ഥനയോടെ നമുക്ക് പ്രാർത്ഥിക്കാം. എൻ്റെ കർത്താവേ, എനിക്ക് വേണ്ടി മനുഷ്യാവതാരം ചെയ്ത അത്യുന്നതനായ എൻ്റെ പുത്രനായി ആത്മാവാകുന്ന എൻ്റെ കർത്താവേ, എൻ്റെ ഉള്ളം കൊണ്ട് രാത്രിയിൽ നിന്നെ ആഗ്രഹിച്ചു. എൻ്റെ ഉള്ളിൽ ആത്മാവ് കൊണ്ട് ഞാൻ നിന്നെ ജാഗ്രതയോടെ അന്വേഷിക്കുന്നു. യേശുമ്പുരാനെ, നിൻ്റെ ശ്രേഷ്ഠതയേറിയ മനുഷ്യാവതാരത്തിൻ്റെ വിസ്മയ രഹസ്യങ്ങളെ എൻ്റെ ബോധതലത്തിൽ തെളിയിച്ചു തരികയും അതിനാൽ എൻ്റെ ദേഹിയും ശരീരവും ആത്മാവെന്ന സത്തയോട് ചേർന്ന് എല്ലായ്പ്പോഴും ആത്മാവിൽ നിന്നെ കാണുവാനും നിന്നെ ആരാധിപ്പാനും നിൻ്റെ കൃപയാൽ ബലഹീനനായ എനിക്ക് സാധിക്കുമാറാകണമേ. കർത്താവേ, എൻ്റെ ബലഹീനമായ ഈ ശരീരവും മനസ്സും വെറും മായ മാത്രമാണെന്നും അവയെ നിന്നോടുള്ള ബന്ധത്തിൽ എപ്പോഴും പുതുക്കിക്കൊണ്ടിരിക്കണമെന്നും എന്നെ പഠിപ്പിക്കുകയും അതിന് നീ സഹായിക്കുകയും ചെയ്യണമേ. ഇല്ലെങ്കിൽ ഈ മായയിൽപ്പെട്ട് ഞാൻ നശിച്ചു പോകുമല്ലോ. അനീതിയുള്ള മാമോനെക്കൊണ്ട് സ്നേഹിതന്മാരെ ഉണ്ടാക്കിക്കൊള്ളുവീൻ എന്നുള്ള നിൻ്റെ കൽപ്പന എൻ്റെ ശരീരത്തിൽ ഞാൻ നിർവഹിക്കണമേ. ശരീരം അനീതിക്ക് വഴിപ്പെടുവാൻ സാധ്യതയുള്ളതിനാൽ അതിനെ തന്നെ ഒരു ആയുധമാക്കി ഉപയോഗിച്ച് എൻ്റെ ആത്മാവിനെ പരിപോഷിപ്പിക്കുവാൻ സഹായിക്കണമേ. നിനക്കെന്നാളും സ്തുതി. ആമീൻ. ശരീരത്തെ എങ്ങനെയാണ് ആയുധമാക്കുന്നത്? ശരീരത്തെ ആയുധമാക്കണം.
ശരീരം കൊണ്ട് പിശാചിനോട് പോരാടണം. നിങ്ങളുടെ വാളുകളെ വാക്കത്തികളാക്കണമെന്ന് യെശയ്യാപ്രവാചകൻ്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട്. നമ്മുടെ ശരീരം ഒന്നുകിൽ പിശാചിൻ്റെ ആയുധമായിട്ട് നമുക്ക് ഉപയോഗിക്കാം, അല്ലെങ്കിൽ കർത്താവിൻ്റെ ആയുധമായിട്ട് ഉപയോഗിക്കാൻ സാധിക്കും. പിശാചിനോട് പോരാടുന്നതിനുള്ള ഏറ്റവും നല്ല ആയുധം ശരീരമാണ്. പക്ഷേ ഈ ശരീരം കൊണ്ട് തന്നെയാണ് നമ്മൾ പിശാചിനോട് ചേർന്ന് നിൽക്കുന്നത്. ശരീരത്തിൻ്റെ മോഹങ്ങളെ നിർവഹിച്ചു കഴിഞ്ഞാൽ പിശാചിൻ്റെ താല്പര്യത്തോട് നമ്മൾ ചേർന്ന് പോകും. എന്നാൽ ഈ ശരീരം കൊണ്ട് നമ്മൾ അവനോട് പോരാടിയാൽ ആത്മാവിന് പരിപോഷണം കിട്ടും. മോശ കയ്യുയർത്തി നിന്ന് പ്രാർത്ഥിച്ചപ്പോൾ അവൻ്റെ ശരീരത്തിന് വേദന അനുഭവപ്പെട്ടു. അപ്പോൾ ഇസ്രായേൽ മക്കൾ അമാലേക്കരോട് ജയിച്ചതുപോലെ ശരീരത്തിൽ നമ്മൾ ദണ്ഡനങ്ങളും പീഡനങ്ങളും എടുക്കുമ്പോൾ നമ്മളുടെ ആത്മാവ് പോഷിപ്പിക്കപ്പെടും. ഇത് പറയാൻ എളുപ്പമാണ്, പ്രാക്ടീസ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. പറയാൻ എനിക്ക് ഇവിടെ ഇരുന്നുകൊണ്ട് വളരെ എളുപ്പമാണ്. മുറിയിൽ ചെന്നിരുന്ന് ഞാനിത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ എനിക്കും തോൽവി സംഭവിക്കാറുണ്ട്. അപ്പോൾ ഇതിനെല്ലാം കർത്താവിൻ്റെ കൃപ വേണം. അതുകൊണ്ട് കർത്താവ് തന്നെ ഈ വീണ ശരീരം ഏറ്റെടുത്തിട്ട് അതിൽ ജയം കാണിച്ചു തന്ന ആളാണ്. എന്നിട്ട് പത്രോസ്ലീഹ പറയുന്നു, അവനൊരു മാതൃക വെച്ചേച്ച് പോയിരിക്കുന്നു, ആ മാതൃക നമ്മൾ പിന്തുടരേണ്ടിയിരിക്കുന്നു. അതിനാൽ കർത്താവിൻ്റെ ശരീരത്തോടൊന്ന് അനുരൂപപ്പെടുവാൻ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിക്ക് വേണ്ടി നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ക്രിസ്തു ജനിക്കുക എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിൻ്റെ ശരീരവുമായിട്ട് നമ്മുടെ ശരീരത്തിനൊരു ശക്തി വ്യാപാരം ലഭിക്കുക എന്നും കൂടെ അർത്ഥമുണ്ട്. ക്രിസ്തുമസ് ആഘോഷിക്കുന്നത് പരിശുദ്ധാത്മാവിലാണ്. പുറമേയുള്ള ആഘോഷങ്ങളൊന്നും ഈ ആത്മാഭിഷേകത്തിന് ബാധകമല്ല. പക്ഷേ പുറമേയുള്ള ആഘോഷങ്ങൾ പരിശുദ്ധാത്മാവിൽ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഇപ്പോൾ തന്നെ ഇവിടെ എല്ലാം ഇപ്പം നക്ഷത്രം ഇട്ടു. നക്ഷത്രം ഇട്ടില്ലെങ്കിൽ എന്താ കുഴപ്പം? ഒന്നുമില്ല. അകത്ത് നക്ഷത്രം കത്തിയിരിക്കണം, അത്രയേ ഉള്ളൂ. അതിൻ്റെ പ്രൊജക്ഷനാണ് പുറത്തിടുന്ന ഈ നക്ഷത്രങ്ങളെല്ലാം. പുറത്ത് കാണുന്ന എല്ലാം മായയാണ്. അപ്പോൾ ഈ പ്രാർത്ഥനയിൽ അങ്ങനെ എഴുതിയിരിക്കുന്നത് വളരെ ബോധപൂർവമാണ്. ഇപ്പോൾ പ്രാർത്ഥിച്ച പ്രാർത്ഥനയിൽ അങ്ങനെ ഒരു കാര്യമുണ്ട്. അതായത് പ്രാർത്ഥിക്കുകയാണ്, ഇപ്രകാരം പ്രാർത്ഥിച്ചിരിക്കുന്നു: എൻ്റെ ബലഹീനമായ ഈ ശരീരവും മനസ്സും വെറും മായ മാത്രമാണെന്നും അവയെ നിന്നോടുള്ള ബന്ധത്തിൽ എപ്പോഴും പുതുക്കിക്കൊണ്ടിരിക്കുവാനും എന്നെ സഹായിക്കണമേ. ഇല്ലെങ്കിൽ ഈ മായയിൽപ്പെട്ട് ഞാൻ നശിച്ചു പോകും. നിങ്ങളോടതെങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി തരണമെന്ന് എനിക്കറിയില്ല. ഒരു ഫിസിക്സ് തിയറി പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഉറങ്ങത്തില്ലെങ്കിൽ ഞാൻ പറയാം, ഉറങ്ങത്തില്ലെങ്കിൽ പറയാം. ഇത് സയൻസ് കണ്ടുപിടിച്ചിരിക്കുന്ന ക്വാണ്ടം ഫിസിക്സ് തിയറിയാണ്. നിങ്ങളിത് കേട്ട് കഴിഞ്ഞാൽ എനിക്ക് ഭ്രാന്താന്ന് പറയും. ഞാൻ കണ്ടുപിടിച്ചല്ല, സയൻസ് കണ്ടുപിടിച്ച കാര്യമാണ് ഈ പറയാൻ പോകുന്നത്. നിങ്ങളീ കാണുന്നതെല്ലാം, സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രങ്ങൾ, ഭൂമി, സമുദ്രം, ഈ കാണുന്ന എൻ്റെ ശരീരം, ഈ കസേര, നിങ്ങൾ കാണുന്ന ഈ സർവ്വസംഗതികളും ഇവിടെ ഇല്ല എന്നാണ് ക്വാണ്ടം ഫിസിക്സ് പറയുന്നത്. എന്താണ്? നിങ്ങൾക്ക് തോന്നുവാണ് ഇവിടെ ഉണ്ടെന്ന്. മനസ്സിലായോ? മനസ്സിലായില്ല, മനസ്സിലാവണ്ട. മനസ്സിലായി കഴിഞ്ഞാൽ പ്രശ്നമാണ്. നിങ്ങൾ എന്നോട് ചോദ്യം ചോദിക്കും, അതിനൊക്കെ ഉത്തരം പറയാനൊന്നും എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. അത് ഇലക്ട്രോൺസിൻ്റെ മൂവ്മെൻറ്റ്സ് വെച്ചാണ് അത് പറയുന്നത്. ഒരു ഇലക്ട്രോൺ മൂവ് ചെയ്യുന്ന സാധനമാണോ അതോ അവിടെ ഇരിക്കുന്ന സാധനമാണോ? മൂവ് ചെയ്യുന്നതാണല്ലോ. എന്നാൽ ഫിസിക്സ്, അവർ ക്വാണ്ടം ഫിസിക്സ് യഥാർത്ഥമായി പഠിപ്പിക്കുന്നത് നിങ്ങൾക്ക് വേണേൽ റെഫർ ചെയ്യാം. ഹോളോഗ്രാഫിക് യൂണിവേഴ്സ്, ഫിസിസിസ്റ്റ് മൈക്കിൾ ടാൽബോൾട്ട്, അദ്ദേഹത്തിൻ്റെ പുസ്തകമാണ്. എൻ്റെ ഇരിപ്പുണ്ട്. ഒരു പേജ് വായിക്കാൻ ഞാൻ 2 ആഴ്ച എടുത്തു. 2-3 ഫിസിക്സ് അറിയാവുന്ന അധ്യാപകരോടൊക്കെ ചോദിച്ച് അത് ഞാൻ പഠിച്ചെടുത്തു കുറച്ചൊക്കെ. ഇലക്ട്രോൺസിൻ്റെ മൂവ്മെൻറ്റ്സ് എന്ന് പറയുന്നത് നോക്കുമ്പോൾ അത് സ്റ്റാറ്റിക്കാണ്.
നോക്കിയില്ലെങ്കിൽ അത് മൂവ് ചെയ്യും എന്നാണ്. മൂവിങ് ആണ്, പക്ഷെ നോക്കി കഴിയുമ്പോൾ, അതായത് നമ്മളതിനെ അതിൻ്റെ അപ്പാരറ്റസിൽ കൂടെ ഇലക്ട്രോൺസിനെ നോക്കുമ്പോൾ അവിടെ സ്റ്റാറ്റിക്കായിട്ടിരിക്കുന്ന പോലെ തോന്നത്തുള്ളൂ. ഇതാണ് തോന്നൽ എന്ന് പറയുന്നത്. പക്ഷേ അത് മൂവിങ് ആണ്. ഒരു ഇലക്ട്രോൺസിനെ എടുത്ത് പഠിക്കുമ്പോൾ അത് മൂവിങ് ആണെന്ന് തോന്നത്തില്ല, പക്ഷേ അത് മൂവിങ് ആണ്. ഇപ്പോൾ ഭൂമി ചലിക്കുവാണെന്നല്ലേ നമ്മൾ പറയുന്നത്, പക്ഷേ നമുക്ക് വല്ല അനുഭവപ്പെടുന്നുണ്ടോ എന്ന് പറയുന്നത് പോലെ ഇലക്ട്രോൺസിനെ നോക്കുമ്പോൾ അതവിടെ നിൽക്കുന്നത് പോലെ തോന്നത്തുള്ളൂ, പക്ഷേ അത് മൂവിങ് ആണ്. അതുകൊണ്ടാണ് നമ്മളൊരു ഒബ്ജക്റ്റിനെ നോക്കുമ്പോൾ അതവിടെ കാണുന്നതായിട്ട് നമുക്ക് തോന്നുന്നത്, പക്ഷേ അതവിടെ ഇല്ലെന്നാണ് ക്വാണ്ടം ഫിസിക്സ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ഭൂമി, ചന്ദ്രൻ അല്ലെങ്കിൽ സൃഷ്ടിജാലങ്ങളെല്ലാം, ഇൻക്ലൂഡിങ് യുവർ ബോഡി ആൻഡ് മൈ ബോഡി, ഇറ്റ് ഈസ് നോട്ട് ദെയർ. പിന്നെ ഉള്ളതെന്താണ്? ഉള്ളത് സത്തയാണ്, ആത്മാവാണ്. ഈ ആത്മാവിൻ്റെ പ്രൊജക്ഷനാണ്, ഇമേജസാണ് നിങ്ങൾ ഈ കാണുന്നത്. എന്ന് പറഞ്ഞാൽ, ശ്രദ്ധിച്ച് കേട്ടോണം, വേദവസ്തുമായിട്ട് കണക്ട് ചെയ്യാൻ പോവാം. എന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ കാണുന്നതെല്ലാം ഇമേജ് ആണെങ്കിൽ അതിനൊരു എന്തുണ്ട്? നിങ്ങൾ കണ്ണാടിയിൽ നോക്കുമ്പോൾ നിങ്ങൾ ഇമേജ് കാണുന്നു. ഇമേജ് കാണണമെങ്കിൽ എന്തുണ്ടായിരിക്കണം? യഥാർത്ഥത്തിലുള്ള ഉണ്ടായിരിക്കണം. നിങ്ങളുണ്ടെങ്കിലേ നിങ്ങളുടെ ഇമേജ് ഉള്ളൂ, അല്ലേ? അപ്പോൾ ഈ കാണുന്ന സർവ്വതും ഇമേജസ് മാത്രമാണ്. ഇതിൻ്റെ റിയാലിറ്റി നമുക്ക് കാണാൻ പറ്റുന്നില്ല. നമ്മുടെ ഈ ഇമേജസിനകത്ത് നിൽക്കുന്നതുകൊണ്ട് നമുക്കറിയത്തില്ല. കാലത്തിനകത്ത് നിൽക്കുന്നതുകൊണ്ടും നമ്മുടെ ശരീരം അതിനകത്തായതുകൊണ്ടും ഈ ശരീരം കൊണ്ട് അത് ആ റിയാലിറ്റിയെ കാണുവാൻ സാധിക്കുന്നില്ല. പക്ഷേ അവിടെ ആ റിയാലിറ്റി ഉണ്ട്. അതിൻ്റെ ഇമേജസാണ് ഈ കാണുന്നത്. അപ്പോൾ സൂര്യനും ചന്ദ്രനും ഭൂമിയും നക്ഷത്രങ്ങളെല്ലാം ഇമേജസ് ആണെങ്കിൽ, യഥാർത്ഥ ഇമേജായ സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളുമെല്ലാം വേറെ ഉണ്ട് എന്ന്. അതാണ് പുതിയ ആകാശം, പുതിയ ഭൂമി, പുതിയ സൂര്യൻ എല്ലാം പുതിയത് എന്ന് പറഞ്ഞാലും യഥാർത്ഥമായി അവിടെ ഉള്ളതാണ്. ആ യഥാർത്ഥമായുള്ളതിൻ്റെ സമ്പൂർണ്ണ സത്തയാണ് നീതി സൂര്യനായ യേശു എന്ന് പറയുന്നത്. അതാണ് നമ്മൾ കർത്താവിൻ്റെ രണ്ടാമത്തെ വരവോടുകൂടി ഈ സ്വർഗം എന്ന് പറയുന്നത് പുതിയ ആകാശവും പുതിയ ഭൂമിയുമാണ്. ഈ ഇമേജസ് നീങ്ങിപ്പോയി റിയാലിറ്റിയിലേക്ക് കയറുകയാണ്. അവിടെ ഈ ശരീരമില്ല, എന്നാൽ പുതുക്കപ്പെട്ട ഒരു ശരീരം ഇൻഡിവിജ്വലിസ്റ്റിക്കായിട്ട് തന്നെ തരും എന്നാണ് വേദപുസ്തകവും സഭയും പഠിപ്പിക്കുന്നത്. സത്ത ഒന്നാണ്, ആത്മാവ് ഒന്നാണ്. എല്ലാ ആത്മാവും ഒറ്റ യൂണിറ്റിലാണ്. സമുദ്രം വെള്ളത്തിൽ നിറഞ്ഞിരിക്കുന്നത് പോലെ, അങ്ങനൊരു വചനമുണ്ടല്ലേ, ഹബക്കൂക്കിലാണോ? വെള്ളം സമുദ്രത്തിൽ നിറഞ്ഞിരിക്കുന്നത് പോലെ ഭൂമി മുഴുവനും യഹോവയുടെ പരിജ്ഞാനം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. എത്ര വാക്യമാണെന്ന് കണ്ടുപിടിക്കാമോ? വെള്ളം സമുദ്രത്തിൽ നിറഞ്ഞിരിക്കുന്നത് പോലെ. ഹബക്കൂക്ക് 2-ാം അധ്യായം 14-ാം വാക്യം വായിക്കാമോ? വെള്ളം സമുദ്രത്തിൽ നിറഞ്ഞിരിക്കുന്ന പോലെ ഭൂമി യഹോവയുടെ മഹത്വത്തിൻ്റെ പരിജ്ഞാനത്താൽ പൂർണ്ണമാകും. അതാ റിയൽ ഭൂമിയിലാണത്. ഈ ഭൂമിയിൽ മഹത്വത്തിൻ്റെ പരിജ്ഞാനം വ്യക്തിഗതമായിട്ടേ പൂർണ്ണമാകത്തുള്ളൂ. എന്നാൽ പുതിയ ആകാശത്തിലും പുതിയ ഭൂമിയിലും വെള്ളം സമുദ്രത്തിൽ നിറഞ്ഞിരിക്കുന്നത് പോലെ ഇത് യഹോവയുടെ ദൈവത്തിൻ്റെ മഹത്വം കൊണ്ട്, അതിൻ്റെ പരിജ്ഞാനം കൊണ്ട് നിറഞ്ഞിരിക്കുമെന്നാണ്. അപ്പോൾ ആ റിയാലിറ്റിയിലുള്ള ആത്മാവാണ് ഈ ഇമേജിലേക്ക് വന്നത്. അതെങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? അതുകൊണ്ടാണ് ഇത് സുഗ്രാഹ്യമല്ല എന്ന് പിതാക്കന്മാർ പറയുന്നത്. റിയാലിറ്റിയിലുള്ള സത്യമായവൻ ഇമേജിലേക്ക് വന്നു, ഇമേജായി. അത് അത്ര സുഖകരമുള്ള കാര്യമല്ല. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ തിരിച്ചറിയണം. ഇത് അറിഞ്ഞു കഴിയുമ്പോഴാണ് നമുക്ക് ഈ ശ്രേഷ്ഠതയെ ഞാൻ എങ്ങനെ വർണ്ണിക്കാം എന്നുള്ളതിനെപ്പറ്റി
നമ്മൾ വളരെയധികം ആത്മാവിൽ നിറഞ്ഞ് നമുക്കതിനെപ്പറ്റി ചിന്തിക്കുവാൻ സാധിക്കത്തുള്ളൂ. പക്ഷെ നമ്മൾ അത് ചിന്തിക്കുവാൻ നമ്മുടെ ശരീരം പ്രാപ്തമല്ല. അതുകൊണ്ടാണ് പിതാക്കന്മാർ ഇങ്ങനെ പാടിയത്: ഹാ ബലഹീനൻ ഞാൻ നാഥാ നിന്നെ വർണ്ണിപ്പാൻ വഴി പോലെ നിൻ ചരിതം വചനാതീതം. ആദാമിൻ്റെ സൃഷ്ടാവേ പൂണ്ടേ നിൻ ജന്മത്തിൽ ഞാനാശ്ചര്യം. ഇത് ആത്മാവ് കൊണ്ട് ദൈവത്തെ അന്വേഷിക്കുന്നവന് മാത്രം മനസ്സിലാവുന്ന കാര്യമായത്. അല്ലത്തിൽ എന്തൊരാശ്ചര്യമാണ്. ഒരാൾ ജനിച്ചു, ഒരു അവതാരം ചെയ്തു, മനുഷ്യനായി ജനിച്ചു, എന്തിരിക്കുന്നു അതിനകത്ത്? ഇത് മനസ്സിലാവണം. പിതാവിൻ്റെ ജ്ഞാനമായവൻ, പിതാവിനോട് ചേർന്നിരുന്നവൻ ആ ഒരു മഹത്വം വിട്ട് താഴേക്ക് വന്ന്, എന്നാൽ തൻ്റെ ദൈവത്വം തന്നിൽ നിന്നൊട്ടും മാറിപ്പോകാതെ ഈ ലോകത്തിൽ ജീവിച്ച് പാപമാക്കി, പാപം എന്തെന്നറിയാത്തവനെ നാം അവനിൽ നീതിയാകേണ്ടതിന് അവൻ തന്നെത്താൻ പാപം ആക്കി വലിച്ചു തേച്ച് വെച്ചു. എന്നിട്ട് പാതാളത്തിലേക്ക് ചെന്ന് വീണ്ടെടുക്കുന്നു. അതിന് വേറൊരു മർമ്മം കൂടെ ഉണ്ട്. പാതാളത്തിലേക്ക് ഇറങ്ങണമെങ്കിൽ ഈ വിശുദ്ധി അവിടെ എടുക്കില്ലത്, അത് ചേരത്തില്ല. അതായത് പന്നിക്കുഴിയിലേക്ക് ഇറങ്ങുമ്പോൾ, അല്ലെങ്കിൽ ഓട വൃത്തിയാക്കാൻ ഇറങ്ങുന്നവൻ സൂട്ടും കോട്ടും ഇട്ടുകൊണ്ടാണ് ഇറങ്ങുന്നത്. അവൻ അതിൻ്റെ ഡ്രസ്സ് എടുത്തിടും, ഇല്ലേ? സ്യൂട്ടും കോട്ടും ഇട്ടായിരിക്കും അവൻ വന്നത് പലപ്പോഴും. അത് ഇവിടെ നമുക്ക് അത്ര പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. ഈ അമേരിക്കയിലൊക്കെ റോഡ് ക്ലീൻ ചെയ്യുന്നവരും വേസ്റ്റ് എടുക്കുന്നവർക്കുമൊക്കെ ഭയങ്കര സാലറിയാണ്. ഞാൻ അവിടെ സാലറി കേട്ടിട്ട് ഞെട്ടിപ്പോയി. ഭയങ്കര സാലറിയാണ്. മോർ ദാൻ $200,000 പെർ ഇയർ അവർക്ക് സാലറി. എന്തുവാ ജോലി? വേസ്റ്റ് എടുക്കുക. ഇവിടെ വരുന്ന പോലല്ല. അവൻ ബെൻസ് കാറിലാണ് വരുന്നത്. പക്ഷേ കാറിൽ നിന്ന് ഇറങ്ങിയിട്ട് അവൻ കോട്ടൊക്കെ മാറി ഊരിയിട്ടിട്ട് ആണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ദൈവത്തോടുള്ള സമത്വത്തിൽ കർത്താവിൻ്റെ ആ മഹത്വത്തിൻ്റെ അങ്കി അതിവിടെ വന്നിട്ട് ഊരി വെച്ചു എന്ന് പറയുമ്പോൾ തന്നിൽ നിന്ന് ആ ദൈവത്വം പോയി എന്നല്ല. ഇതാണ് സുഗ്രാഹ്യമല്ലാത്തത്. ഇതുകൊണ്ടാണ് ഇത് സുഗ്രാഹ്യമല്ലാത്തത്. നമ്മുടെ ഈ ബുദ്ധിക്കകത്തിട്ട് വർക്ക് ചെയ്യാൻ പറ്റില്ല ഈ സാധനം. മഹത്വത്തിൻ്റെ അങ്കിയിൽ പാപം വലിച്ചു വയ്ക്കാൻ പറ്റുമോ? പറ്റില്ല. അത് ഊരി വയ്ക്കണം. എന്നാൽ ദൈവത്വം നഷ്ടപ്പെട്ടുമില്ല. ഇതാണ്. അതെ, അവന് ഒതുക്കി വെച്ചു എന്നുള്ള ഒരു രീതിയിൽ നമുക്ക് പറയാമെന്നുള്ളതേ ഉള്ളൂ. അത് പ്രാഭവം അല്ലെ മഹത്വം. ഈ പാപം വലിച്ച് തേച്ച് വെച്ചെങ്കിൽ മാത്രമേ ഈ പന്നിക്കുഴിയിലേക്ക് ഇറങ്ങാൻ പറ്റത്തുള്ളൂ. വീണ്ടെടുക്കാൻ അവിടെ ഇറങ്ങണമല്ലോ, പാതാളത്തിലേക്ക് പോകണമല്ലോ. അതിന് പാതാളത്തിന് ഇഷ്ടമുള്ളൊരു സാധനം വലിച്ച് തേച്ച് വയ്ക്കണം. ഈ വിശുദ്ധിയുടെ വസ്ത്രം കൊണ്ട് അങ്ങോട്ട് എന്നാൽ അവർക്കും താല്പര്യമില്ല. മനസ്സിലായില്ലല്ലേ? അതായത് ഒരു ഉദാഹരണം പറയാം. ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങളോട്, പന്നിയെ കൊല്ലുവാൻ പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്ന ഒരു രീതിയാണ് ഓട്ട വെച്ച് കൊല്ലുക എന്ന് പറയും. ഓട്ടയല്ല, തോട്ട അല്ലേ? തോട്ട എന്നാണ് അതിന് പറയുന്നത് അല്ലേ? അതെങ്ങനെയാണ് ചെയ്യുന്നത്? ഇവിടെ എല്ലാം പന്നി ശല്യമാണ്. ഒരു കാര്യവും കൃഷി ചെയ്യാൻ പറ്റുന്നില്ല. ഇറച്ചി പൊതിഞ്ഞിട്ട് ഈ തോട്ട വയ്ക്കും. അകത്ത് വെടിമരുന്നാണ്, പുറമേ നോക്കുമ്പോൾ ഇറച്ചിയാണ്. പന്നി ഇറച്ചിയാണെന്ന് വിചാരിച്ചിട്ട് ഇത് വന്ന് കഴിക്കും, വായിലിരുന്ന് പൊട്ടും, അല്ലെങ്കിൽ അകത്ത് നിന്ന് പൊട്ടും. ഇതേ രീതിശാസ്ത്രമാണ് കർത്താവ് ഉപയോഗിച്ചിരിക്കുന്നത്. പാപമാക്കിയപ്പോൾ പിശാച് വിചാരിച്ചു എല്ലാം കഴിഞ്ഞു, പാതാളത്തിലേക്ക് ഇറങ്ങി. ആ വസ്ത്രം ഇട്ടുകൊണ്ടേ അങ്ങോട്ട് ഇറങ്ങാൻ പറ്റത്തുള്ളൂ. അവിടെ ചെന്നപ്പോൾ അകത്തെ വെടി പൊട്ടി. സകലത്തിനെയും വീണ്ടെടുത്തുകൊണ്ട് അവൻ്റെ ഉള്ളിലാക്കി ക്രിസ്തുവിൽ മറച്ചു വെച്ച്
അങ്ങ് കൊണ്ടുപോയി. കൊലോസ്യർ 3:1, 2, 3 വാക്യങ്ങളിലുണ്ട്. കൊലോസ്യർ 3-ാം. ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോടുകൂടി ഉയർത്തെഴുന്നേറ്റിരിക്കുന്നുവെങ്കിൽ ക്രിസ്തു ദൈവത്തിൻ്റെ വലത്തുഭാഗത്തിരിക്കുന്ന ഇടമായ ഉയരത്തിലുള്ളത് തന്നെ അന്വേഷിപ്പീൻ, ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പീൻ. നിങ്ങൾ മരിച്ച് നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടുകൂടി ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. ആ ജീവനെ, പാതാളത്തിൽ കിടന്ന ആ ജീവനെ മുഴുവൻ ക്രിസ്തുവിൽ മറച്ച് വെടിപൊട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്ക് പിശാച് തകർന്നുപോയി. അങ്ങനെയാണ് പാതാളത്തിൽ നിന്ന് വീണ്ടെടുത്തുകൊണ്ട് ക്രിസ്തുവിൽ അന്ന് വരെയുള്ള വിശ്വാസികളായി വാങ്ങിപ്പോരെല്ലാം നമ്മളും. അതെങ്ങനെയാണ് നമ്മളുണ്ടായത്? ആ കൂട്ടത്തിൽ ആദിയിൽ നമ്മുടെ ആത്മാവ് സൃഷ്ടിക്കപ്പെട്ടപ്പോൾ നമ്മളും യേശുവിൽ ഉണ്ടായിരുന്നു. അത് യാക്കോബിൽ അതിനുമായിട്ട് ബന്ധപ്പെട്ടൊരു വചനം കിടപ്പുണ്ട്. ഞാൻ ഈ അടുത്തിടയ്ക്കാണ് അത് ശ്രദ്ധിച്ചത്. യാക്കോബ് 1-ാം അധ്യായം എടുക്കാം. യാക്കോബ് 1-ാം അധ്യായം 18-ാം വാക്യം വായിക്കും. 1-ാം അധ്യായം 18-ാം വാക്യം. നാം അവൻ്റെ സൃഷ്ടികളിൽ ഒരുവിധം ആദ്യഫലമാകേണ്ടതിന് അവൻ തൻ്റെ ഇഷ്ടം ഹേതുവായി സത്യത്തിൻ്റെ വചനത്താൽ നമ്മളെ ജനിപ്പിച്ചിരിക്കുന്നു. സത്യത്തിൻ്റെ വചനം എന്ന് പറഞ്ഞാൽ ആരാണ്? യേശുവാണ് സത്യത്തിൻ്റെ വചനം. സത്യത്തിൻ്റെ വചനത്തിൽ നമ്മളെ ജനിപ്പിച്ചിട്ടുണ്ട്. വചനത്താലുള്ള ജനനം ആത്മാവിൽ സംഭവിച്ചതാണ്. വെള്ളത്താലുള്ള ജനനം മാമോദീസായിൽ സംഭവിച്ചതാണ്. മനസ്സിലായോ? വചനത്താലുള്ള നമ്മുടെ ആത്മാവിൻ്റെ ജനനം എന്നാണെന്ന് നമുക്കറിയത്തില്ല. അത് കാലങ്ങൾക്ക് മുമ്പായിരുന്നിരിക്കാം. നീ ഉരുവാകുന്നതിന് മുമ്പേ എൻ്റെ ഉള്ളം കയ്യിൽ നിന്നെ ഞാൻ വരച്ചിരിക്കുന്നു. അത് സത്യത്തിൻ്റെ വചനത്താലുള്ള ജനനമാണ്, നമ്മുടെ ആത്മാവിൻ്റെ ജനനമാണ്. എന്നാൽ ഈ ആത്മാവിനെ ജഡത്തിലാക്കിയപ്പോൾ ആത്മാവുമായിട്ട് ചേരാത്ത ഒരു സാധനമാകിയാൽ വെള്ളത്താൽ ഉള്ള ജനനം ആവശ്യമായിരിക്കുന്നു. അതുകൊണ്ടാണ് ആത്മാവിൻ്റെ ജനനം, വെള്ളത്തിൻ്റെ ജനനം, ഇത് രണ്ടും കർത്താവ് എടുത്തെടുത്ത് പറഞ്ഞിരിക്കുന്നത്. ഒരുവൻ വെള്ളത്താലും ജനിക്കണം, ആത്മാവിനാലും ജനിക്കണം. ആത്മാവിനാൽ ക്രിസ്തുവിൽ നമ്മൾ ജനിച്ചു, വെള്ളത്താലും ആത്മാവിനാലും. ഇതെല്ലാം അഗ്നിസ്നാനം തന്നെ, ജ്ഞാനസ്നാനം തന്നെ. കാരണം ഇതിലൊന്നും എന്തില്ല? പാപമില്ല. ആത്മാവിൽ നമ്മളെ ജനിപ്പിക്കുമ്പോൾ നമ്മളും പാപം വാഴാതെയാണ് ക്രിസ്തുവിൽ നമ്മൾ ജനിച്ചിരിക്കുന്നത്. പക്ഷേ ജഡത്തിലായപ്പോൾ ആദാമ്യ പാപത്തിൻ്റെ പരിണിത ഫലം ജഡത്തിൽ കൂടി നമ്മളിൽ കലർന്നുപോയി. അതിനെയാണ് മാമോദീസായിൽ കഴുകി കളയുന്നത്. പക്ഷേ നമ്മൾ വീണ്ടും ഈ ജഡത്തിൻ്റെ ബലഹീനത നിമിത്തം പാപം ചെയ്യുമ്പോൾ മരണവും ദ്രവത്വവും നമ്മുടെ ശരീരത്തിൽ പിന്നെയും പ്രവേശിക്കുന്നു. അപ്പോൾ അതിനെ ദിവസവും രണ്ടാം മാമോദീസായ അനുതാപത്താലും കണ്ണീരിനാലും പ്രാർത്ഥനയാലും കഴുകിക്കളഞ്ഞുകൊണ്ട് ഓരോ ദിവസവും വിശുദ്ധിയിൽ നിന്ന് വിശുദ്ധിയിലേക്ക് അടുക്കുവാനാണ് ഈ പെരുന്നാളുകളും നമ്മുടെ എല്ലാ കൗദാശികമായ ജീവിതങ്ങളും ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നത്. ആത്മാവിൽ ജനിക്കാത്തവരുണ്ടോന്നോ? എല്ലാവരും ആത്മാവിൽ ജനിച്ചവരാണ്. പക്ഷേ ജഡത്തിൻ്റെ ബലഹീന നിമിത്തം ആത്മാവിനെ തഴഞ്ഞു കളഞ്ഞാൽ ആത്മാവിന് നാശം സംഭവിക്കും. അതിൻ്റെ തിരിച്ചറിവ് നമ്മൾ ഉണ്ടാവണം. ജഡത്താലുള്ള ബലഹീനത നിമിത്തം ന്യായപ്രമാണത്തിന് കഴിയാഞ്ഞതിനെ സാധിപ്പാൻ ദൈവം തൻ്റെ പുത്രനെ ന്യായപ്രമാണത്തിന് കീഴിൽ അയച്ചു എന്നല്ലേ പറഞ്ഞത്? അത് ദൈവം നമുക്ക് വേണ്ടി അത് ചെയ്ത് തന്നിട്ടുണ്ട്. പക്ഷെ നമ്മളിനിയും ആദ്യം ഞാൻ പറഞ്ഞതുപോലെ തിരിച്ചാക്കലിന് ഫർദർ കോർപ്പറേഷൻ ആവശ്യമാണ്. റോമർ 8, 1, 2, 3 വാക്യങ്ങൾ. ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാദിയുമില്ല. ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണം എനിക്ക് പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തുയേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. ജഡത്താലുള്ള ബലഹീനത നിമിത്തം ന്യായപ്രമാണത്തിന് കഴിയാഞ്ഞതിനെ സാധിപ്പാൻ ദൈവം തൻ്റെ പുത്രനെ പാപജഡ സാദൃശ്യത്തിലും പാപം നിമിത്തവും അയച്ചു പാപത്തിന്
ജഡത്തിൽ ശിക്ഷ വിധിച്ചു. ജഡത്തെയല്ല ആത്മാവിനെ അനുസരിച്ച് നടക്കുന്ന നമ്മിൽ ന്യായപ്രമാണത്തിൻ്റെ നീതി നിവർത്തിയാകേണ്ടത് തന്നെ. ഇതുമായിട്ട് ബന്ധപ്പെട്ടാണ് 2 കൊരിന്ത്യർ 5:21 വായിക്കേണ്ടത്. പാപം അറിയാത്തവനെ നാം അവനിൽ ദൈവത്തിൻ്റെ നീതിയാകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി തന്നെത്താൻ പാപമാക്കി. നമുക്കൊന്ന് ഒരു പാട്ട് കേട്ട് നമുക്ക് അല്പസമയം ധ്യാനത്തോടുകൂടി ഇരിക്കാം. പാടിൻ 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 ഹല്ലേലൂയാട്ടിടയന്മാർ ബേത്ലഹേമിൽ പാടിയ പോലെ വന്നി ഷിപ്പിൻ വാനിൻ തേരിൽ വാഴുന്നോനെ പേരിടുന്നു കന്യകചിത്രം ഹസ്തതലത്തിൽ ഗബ്രിയേലും വൃന്ദവുമൊത്തു വന്നിപ്പോനെ യൗസേപ്പാദ്യന്മാർ പാണികൾ കൊണ്ടാടുന്നു. സ്തോത്രം വാനിൽ മാഹാത്മ്യം തിങ്ങിടുന്നോനേ, ഭൂവിൽ ശ്ലോമോയാൽ മോദം ചേർത്തോനേ, ജന്മത്താൽ ദൈവെങ്ങും ദോഷം വർഷിച്ചോനേ, പ്രേഷകതാതാ പാവനരൂഹാ നിത്യം സ്തോത്രം. പാടിൻ 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 ഹല്ലേലൂയാട്ടിടയന്മാർ ബേത്ലഹേമിൽ പാടിയ പോലെ. ഇന്നത്തെ രാത്രി പ്രാർത്ഥനയിൽ പാമ്പാക്കുട നമസ്കാരത്തിലെ ഒരു പ്രാർത്ഥന നിങ്ങൾ ശ്രദ്ധയിലേക്ക് പെടുത്തുകയാണ്. മഹാസ്നേഹമൂലം ഞങ്ങളെ രക്ഷയ്ക്ക് വേണ്ടി തൻ്റെ ഏകപുത്രനെ കൽപ്പിച്ചവച്ചനായ കരുണയുള്ളവനായ ദൈവമേ, നിൻ്റെ വാത്സല്യപുത്രൻ്റെ എളിമയെക്കുറിച്ചുള്ള ഓർമ്മ എന്നിൽ സ്ഥാപിക്കണമേ. അവൻ്റെ നടപടിയെക്കുറിച്ചുള്ള വിസ്മയം എന്നിൽ വർദ്ധിപ്പിക്കണമേ. ലോകത്തോട് നിരപ്പാകുന്നതിന് മുമ്പ് തൻ്റെ ഏകപുത്രനെ ഞങ്ങൾക്ക് വേണ്ടി മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കുകയും നിരപ്പായതിൻ്റെ ശേഷം ദൈവത്വത്തിൻ്റെ സിംഹാസനത്തിലേക്ക് അവനെ ഉയർത്തി ശ്രേഷ്ഠതപ്പെടുത്തുകയും ചെയ്ത നല്ലവനായ ദൈവമേ, ഞാൻ പ്രത്യാശയില്ലാത്ത കബറിലേക്ക് പോകുവാൻ നീ സമ്മതിക്കരുതേ. എൻ്റെ പാപബന്ധനങ്ങളോടുകൂടി മരിച്ചവനെ പോലെ ഞാൻ എന്നേക്കും അന്ധകാരത്തിൽ വീഴുവാനിടയാകരുതേ. ഞങ്ങളുടെ വർഗത്തിന് വിടുതൽ നൽകുന്നവനെ, എൻ്റെ അകമേയുള്ള അവയവങ്ങളിൽ കിടക്കുന്ന മറവായ കെട്ടുകളെയും എൻ്റെ പുറമേയുള്ള ഇന്ദ്രിയങ്ങളുടെ മുമ്പിൽ
വെളിവായ തടസ്സങ്ങളെയും നീ അഴിച്ചു നീക്കണമേ. പറുദീസയിലേക്ക് ഞാൻ ഓടിച്ചെന്ന് പ്രവേശിക്കുകയും ആദാമിന് ഭക്ഷിപ്പാൻ അനുവദിക്കപ്പെടാത്ത ജീവവൃക്ഷത്തിൻ്റെ ഫലത്തിൽ നിന്ന് ഭക്ഷിക്കുകയും എനിക്കിപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രവും കരയേറ്റുകയും ചെയ്യുമാറാകണമേ. ആമേൻ. ഇവിടെ പറഞ്ഞിരിക്കുന്ന പ്രാർത്ഥനയിൽ കണ്ടുള്ളൂ, ലോകത്തോട് നിരപ്പാകുന്നതിന് മുമ്പ് തൻ്റെ ഏകപുത്രനെ ഞങ്ങൾക്ക് വേണ്ടി മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കുകയും നിരപ്പായതിൻ്റെ ശേഷം ദൈവത്വത്തിൻ്റെ സിംഹാസനത്തിലേക്ക് അവനെ ഉയർത്തി ശ്രേഷ്ഠതപ്പെടുത്തുകയും ചെയ്ത ദൈവമേ, ഞങ്ങളുടെ വർഗത്തിന് നീ ജീവൻ നൽകുകയും ഞങ്ങളെ നിന്നോടുകൂടെ ചേർക്കുകയും ചെയ്യണമേ. എന്നിട്ട് അവർ പ്രാർത്ഥിക്കുകയാണ്, എൻ്റെ അകമേയുള്ള അവയവങ്ങളിൽ കിടക്കുന്ന മറവായ കെട്ടുകളെയും പുറമേയുള്ള ഇന്ദ്രിയങ്ങളുടെ പാപത്തെ. ഇത് രണ്ടുമാണ് മാമോദീസായ്ക്ക് ശേഷം. മാമോദീസ സമയത്ത് നമ്മുടെ ജഡവും നമ്മുടെ ദേഹിയും ആത്മാവും ദൈവത്തോട് അനുരൂപപ്പെട്ടിരിക്കുന്നു, കർത്താവിലായിരിക്കുന്നു. പക്ഷേ പിന്നീടുള്ള നമ്മുടെ ജീവിതയാത്രയിൽ നമ്മുടെ അകത്ത് മറഞ്ഞിരിക്കുന്ന, ജഡത്തിൽ മറഞ്ഞിരിക്കുന്ന പാപം വീണ്ടും പുറത്തേക്ക് വരികയും പുറത്ത് ഇന്ദ്രിയങ്ങളാൽ ചെയ്യുന്ന പാപവും നിമിത്തവും നമ്മളിൽ നിന്ന് മഹത്വം നഷ്ടപ്പെടുന്നു. പക്ഷേ കർത്താവ് നമുക്ക് വേണ്ടി ബലഹീനമായ ശരീരത്തിൽ അവൻ തന്നെ സകലവും പൂർത്തീകരിച്ച് നമ്മുടെ ശരീരത്തിന് ബലവും തന്നിരിക്കുന്നു. അതുകൊണ്ട് തിരിച്ചെടുക്കൽ എന്ന് പറയുന്നതിൽ ഇനി മുമ്പോട്ടുള്ള യാത്രയിൽ നമ്മൾ യേശുവിനോട് സഹകരിച്ചു പോയാൽ നമ്മുടെ മഹത്വീകരണം എളുപ്പമാകും. പക്ഷെ നമ്മുടെ ശരീരം അതിനെ സമ്മതിക്കത്തില്ല. അതുകൊണ്ടാണ് ശരീരത്തോടും യുദ്ധം ചെയ്യണം, ശരീരം കൊണ്ടും യുദ്ധം ചെയ്യണം. ശരീരത്തോട് നമ്മൾ പോരാടുകയും അങ്ങനെ പോരാടുന്നത് അതൊരായുധമായി മാറുകയും ചെയ്യും. ദണ്ഡിപ്പിക്കുമ്പോൾ അതുതന്നെ ഒരു ആയുധമായിട്ട് മാറും. ഇപ്പോൾ ഒരു ഇരുമ്പ് കമ്പി അതിനെ അടിച്ച് ദണ്ഡിപ്പിക്കുമ്പോൾ അതൊരു വാക്കത്തിയായിട്ട് മാറും. ആ വാക്കത്തി എടുത്ത് പിന്നീട് ആയുധമായിട്ട് ഉപയോഗിക്കാം എന്ന് പറയുന്ന പോലെ നമ്മുടെ ശരീരത്തെ ആത്മാവിനെ കൊണ്ട് അതിൻ്റെ വരുതിക്ക് നിർത്തുമ്പോൾ, അതിനെ മെഴുക്കുമ്പോൾ അത് പിശാചിനോട് എതിർക്കപ്പെടുവാൻ ഒരു ആയുധമായിട്ട് തന്നെ നമ്മുടെ ശരീരത്തെ നമുക്ക് ഉപയോഗിക്കാമെന്നാണ്. കാരണം പിശാച് ശരീരം കൊണ്ടാണ് നമ്മളെ തോൽപ്പിക്കുന്നത്, അല്ലെങ്കിൽ ശരീരത്തിലാണ് നമ്മളെ തോൽപ്പിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആ ശരീരം തന്നെ നമുക്കൊരായുധമായിട്ട് മാറുവാൻ നമ്മൾ ആ ശരീരത്തെ ഉപയോഗിക്കണം. അതിന് ശക്തമായ പ്രാർത്ഥന ആവശ്യമാണ്. ഞാനിത് പറയുമ്പോൾ ഇതൊന്നും അപ്രാപ്യമായ കാര്യമായിട്ട് നിങ്ങൾ തോന്നരുത്. ഇതൊക്കെ പ്രാപ്യം തന്നെയാണ്. ഇത് നമുക്ക് ലഭിക്കണം, അല്ലെങ്കിൽ ആ ആഗ്രഹം നമ്മൾ വരണമെന്നുണ്ടെങ്കിൽ നമുക്ക് നിത്യജീവനോടുള്ള ആഗ്രഹവും കർത്താവിനോട് സ്നേഹവും വർദ്ധിക്കണം. നിത്യജീവനോടുള്ള ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങളെ ഒന്ന് സന്തോഷിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. നിത്യജീവനോടുള്ള ആഗ്രഹം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സന്തോഷമില്ലാതെ ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഉദ്ദേശിച്ചത് നമ്മൾ മരിച്ച് കർത്താവിനോടുകൂടെ ആകുവാൻ ആഗ്രഹിക്കണം. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇതിനെ സൂചിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. നിത്യജീവനെ ആഗ്രഹിക്കണമെന്ന്. വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോടുകൂടി ആയിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നെന്ന് പൗലോസ്ലീഹ പറഞ്ഞത് ചുമ്മാ ഒന്നും അല്ലത്. എന്നെടുക്കാം ആ വചനം. ഫിലിപ്പിയർ 1-ാം അധ്യായത്തിൽ, അതോ 2-ാം അധ്യായത്തിലാണോ? ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം വായിച്ചോ. വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോടുകൂടെ ഇരിപ്പാൻ എനിക്ക് ആംക്ഷയുണ്ട്, അത് അത്യുത്വമല്ലോ. അതിനു മുമ്പ് 21 തൊട്ട് വായിക്കണം. എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭമാകുന്നു. എന്നാൽ ജഡത്തിൽ ജീവിക്കുന്നതിനാൽ എൻ്റെ വേലയ്ക്ക് ഫലം വരുമെങ്കിൽ ഏത് തിരഞ്ഞെടുക്കേണ്ടുവെന്ന് ഞാൻ അറിയുന്നില്ല. ഇവ രണ്ടിനാലും ഞാൻ ഞെരുങ്ങുന്നു. വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോടുകൂടെ ഇരിപ്പാൻ എനിക്ക് കാംക്ഷയുണ്ട്, അത് അത്യുത്തമമല്ലോ. 20-ാം വാക്യത്തിൽ, അങ്ങനെ ഞാൻ ഒന്നിലും ലജ്ജിച്ചു പോകാതെ പൂർണ്ണ ധൈര്യം പൂണ്ട് ക്രിസ്തു എൻ്റെ ശരീരത്തിങ്കിൽ ജീവനാലാകട്ടെ മരണത്താലാകട്ടെ എപ്പോഴും എന്നപോലെ ഇപ്പോഴും മഹിമപ്പെടുകയുള്ളൂ എന്ന് പ്രതീക്ഷിക്കുകയും പ്രത്യാശിക്കുകയും ചെയ്യുന്നു. അങ്ങനെ വല്ല വിധേനയും മരിച്ചവരുടെ ഇടയിലുള്ള പുനരുത്ഥാനം പ്രാപിക്കണമെന്ന് വെച്ച് ഞാൻ എല്ലാം ഉപേക്ഷിച്ച് അവർ എന്ന് എണ്ണുന്നുവെന്ന് ഈ ഏതാധ്യായത്തിലാണ് പറഞ്ഞിരിക്കുന്നത്? 3-ാം അധ്യായത്തിലുണ്ട്. 3-ാം അധ്യായം, ഫിലിപ്പിയർ 3-ാം അധ്യായം 11-ാം വാക്യം.
10-ാം വാക്യം തൊട്ട് വായിക്കാം. അവൻ്റെ മരണത്തോട് അനുരൂപപ്പെട്ടിട്ട് അവനെയും അവൻ്റെ പുനരുത്ഥാനത്തിൻ്റെ ശക്തിയെയും അവൻ്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയും അനുഭവിച്ചറിയേണ്ടതിനും ഇങ്ങനെ വല്ലവിധേനയും മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പുനരുത്ഥാനം പ്രാപിക്കണം എന്നും വെച്ച് ഞാൻ അവൻ്റെ നിമിത്തം എല്ലാം ഉപേക്ഷിച്ച് ചവറ് എന്നെണ്ണുന്നു. ഈ തോന്നലുണ്ടാകണമെന്നുണ്ടെങ്കിലേ, അതായത് മരിക്കുവാനൊരു ആഗ്രഹം ഉണ്ടാകണമെന്നുണ്ടെങ്കിലേ, അങ്ങനെ പറയുമ്പോൾ അങ്ങോട്ട് നമ്മൾ ആഗ്രഹിച്ചിട്ടുണ്ടോ അങ്ങനെ? ഇല്ല. എൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോഴും ലോകത്തോട് ഭയങ്കര താല്പര്യമാണ്. ഈ പറയുന്ന ഞാൻ ഇങ്ങനെ ആഗ്രഹിച്ചിരിക്കുകയാണെന്നൊന്നും നിങ്ങൾ വിചാരിക്കരുത്. എനിക്കിവിടെ ജീവിക്കണമെന്നൊക്കെ വളരെയധികം ആഗ്രഹമുണ്ട്. പക്ഷേ ഒരു കാര്യം എനിക്ക് പറയാൻ പറ്റും, ക്രിസ്തുവിനോട് അടുക്കും തോറും ലോകത്തോട് നമുക്ക് വെറുപ്പ് തോന്നും. അതങ്ങ് ക്ലൈമാക്സിലെത്തുമ്പോഴാണ് ഇത് കംപ്ലീറ്റ് ഉപേക്ഷിക്കുന്നത്. നമ്മളാരും അങ്ങനെയൊന്നും എത്തിപ്പെട്ടിട്ടില്ല, അതാണ് ഇപ്പോൾ പ്രശ്നം. ഇത് കംപ്ലീറ്റ് ഉപേക്ഷിക്കും. മൂന്നാല് ചെറുപ്പക്കാർ നല്ല തണ്ണിയിൽ താമസിക്കുന്നുണ്ട്, അറിയാമോ? ഞാൻ അവരെ ഒന്ന് കാണാൻ പോകാൻ പദ്ധതിയിട്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ പോയോ? എങ്ങനെ ഉണ്ടായിരുന്ന അനുഭവം? ഒരു ദിവസം അവിടെ താമസിക്കാൻ ആഗ്രഹിക്കുന്നു. ഞാൻ വേറൊരു ദൗത്യമായിട്ടാണ് പോകുന്നത്. അത് അങ്ങനെയുള്ളൊരു നിങ്ങൾ പോകുന്ന പോലെ കാണാൻ പോകുന്ന ഒരു പോക്കല്ല. എനിക്ക് വേറൊരു ദൗത്യമുണ്ട്. അത് ഞാൻ പിന്നെ പറഞ്ഞോളാം, പോയിട്ട് വന്നിട്ട് പറഞ്ഞോളാം. ഞാൻ പറഞ്ഞത്, ഇപ്പോഴും അങ്ങനെയുള്ളവരുണ്ട്. ക്രിസ്തു എന്നുള്ളതല്ലാതെ വേറൊന്നും അവർക്കില്ല. സെയിൻറ്റ് മേരി ഓഫ് ഈജിപ്റ്റ് അങ്ങനെയാണ് വിശുദ്ധയായത്. സെയിൻറ്റ് മേരി ഓഫ് ഈജിപ്റ്റ് കേട്ടിട്ടുണ്ടല്ലോ അല്ലേ? ഞാൻ പറഞ്ഞിട്ടുണ്ട്. 17 കൊല്ലം ശരീരം വിറ്റ് ജീവിച്ചിരുന്ന ഒരു സ്ത്രീയാണ്. ശരീരം വിൽക്കുകയല്ല, പുരുഷന്മാരെ അങ്ങോട്ട് ചെന്ന് ആകർഷിച്ച് ഇങ്ങോട്ട് വിളിച്ച് തൻ്റെ കാമാർത്തി തീർത്തുകൊണ്ട് 17 കൊല്ലം ജീവിച്ച സ്ത്രീ പരിശുദ്ധ മാതാവിൻ്റെ വലിയ കടാക്ഷത്താൽ ക്രിസ്തുവിലേക്കടുത്ത് അത്രയും കൊല്ലം മരുഭൂമിയിൽ താമസിച്ചു പോയി. എന്നിട്ട് അവിടെ ചെയ്തുകൊണ്ടിരുന്നത് തൻ്റെ ലസ്റ്റിനോട് യുദ്ധം ചെയ്യുമായിരുന്നു. അത് വെറുതെ പോവില്ല. ഇത് സാധനം നമ്മുടെ ശരീരത്തിലുള്ള നമ്മളെ തകർക്കുന്ന പാപങ്ങളോട് നമ്മൾ മല്ലിടണം. അല്ലാതെ ക്രിസ്തു ഇങ്ങോട്ട് വന്നിട്ട് അതെല്ലാം ഇറങ്ങിപ്പോട്ടെ, നിൻ്റെ ലസ്റ്റെല്ലാം മാറിപ്പോട്ടെ, അങ്ങനെയല്ല. അതിൻ്റെ പ്രോസസ്സ് അങ്ങനെയല്ല. അതുകൊണ്ടാണ്. അത് കർത്താവിന് കഴിവില്ലാത്തതുകൊണ്ടല്ല. ഇപ്പോൾ ഈ കർത്താവിന് നേരത്തെ അവിടെ ഇരുന്ന് അങ്ങോട്ട് പറഞ്ഞാൽ പോരായിരുന്നു, ലോകമെല്ലാം രക്ഷിക്കപ്പെടട്ടെ. അത് പ്രോസസ്സ് അതല്ല. ശരീരത്തിൽ കൂടി ചെയ്ത തിന്മ ശരീരത്തിൽ തന്നെ കർത്താവ് തീർത്തിരുകയാണ്. 1 പത്രോസ് 2:24 1 പത്രോസ് 2:24 നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ തൻ്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നു, അവൻ്റെ അടിപ്പിണറുകളാൽ കുരിശിന്മേൽ കയറി, അവൻ്റെ അടിപ്പിണറുകളാൽ നമുക്ക് സൗഖ്യം വന്നുമിരിക്കുന്നു. ഇത് ചെയ്യേണ്ട വല്ല കാര്യമുണ്ടോ കർത്താവിന്? ഒന്ന് ആലോചിച്ച് നോക്കണം. നമ്മൾ ശരീരത്തിൽ ചെയ്ത പാപത്തിന് വേണ്ടി, ആദാം ചെയ്ത പാപത്തിന് വേണ്ടി മാത്രമല്ല, ഇന്നേ ദിവസം നമ്മൾ ചെയ്യുന്നതും ചെയ്യുവാൻ പോകുന്നതുമായ പാപത്തിന് വേണ്ടി അത് മുന്നമേ കണ്ട് അത് വഹിക്കുവാൻ വേണ്ടി നമ്മുടെ ശരീരം എടുത്തു. വല്ല കാര്യമുണ്ടോ? അവിടെ നിന്ന് പറഞ്ഞാൽ പോരായിരുന്നു, പാപമെല്ലാം ക്ഷമിക്കപ്പെടട്ടെ, പോരെ? ദൈവത്തിനെല്ലാം സാധ്യമാവുന്നുവല്ലോ. അത് പ്രോസസ്സ് അതല്ല. കർത്താവ് ആ പ്രോസസ്സ് എടുത്തെങ്കിൽ നമ്മളും ശരീരത്തോട് മല്ലിടാതെ ശരീരത്തെ ബാധിക്കുന്ന പാപത്തെ ജയിക്കുവാൻ സാധ്യമേ അല്ല. നിങ്ങൾ വിചാരിക്കേണ്ട, അതിറങ്ങിപ്പോകത്തില്ല. അകത്തിരിക്കുന്ന കോപം, അസൂയ മുതലായ ചിന്താവ്യാപാരങ്ങൾ അകത്ത് മറിഞ്ഞിരിക്കുന്നത് മാറുവാൻ അതിനോട് മല്ലടിക്കുക തന്നെ വേണം. പ്രത്യേകിച്ച് ലസ്റ്റിനോട് മല്ലടിക്കണം, അല്ലാതെ പോകത്തില്ല. പിശാച് ഈ ലോകത്തിലെ എല്ലാവരെയും വീഴിച്ചുകൊണ്ടിരിക്കുന്നത് ലസ്റ്റിലാണ്.
ജഡാസക്തിയിലാണ്. എല്ലാവരും വീഴും, ഏത് പരിശുദ്ധനും വീഴും. വളരെ വളരെ സൂക്ഷിച്ചുകൊണ്ട് യാത്ര ചെയ്തില്ലെങ്കിൽ ഇത് വീഴും. അത് അമിതമായാൽ അത് ദൈവം സാത്താൻ ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്യും. അങ്ങനെയാണ്. ബലഹീനതയൊക്കെ ദൈവം ക്ഷമിക്കും. പക്ഷെ ബലഹീനത ഒരു കാരണമാക്കിയാൽ അവനെ വീണ്ടെടുക്കേണ്ടതിന് സാത്താന് ഏൽപ്പിച്ചു കൊടുക്കും. കൊരിന്ത്യർ 5-ാം അധ്യായം അല്ലേ? അല്ലല്ല, കൊരിന്ത്യർ 5-ാം അധ്യായം. കൊരിന്ത്യർ 5-ാം അധ്യായം എടുത്തോ. നിങ്ങളുടെ ഇടയിൽ ദുർനടപ്പുണ്ട് എന്ന് കേൾക്കുന്നുവല്ലോ എന്ന് പറയുന്ന ആ ഭാഗം. അവിടെ എന്താണ് ഒരു മനുഷ്യനെ നേടുവാൻ വേണ്ടി പൗലോസ് പ്രയോഗിക്കുന്ന പ്രയോഗം? നിങ്ങളുടെ ഇടയിൽ ദുർനടപ്പുണ്ടെന്ന് കേൾക്കുന്നു, ഒരുത്തൻ തൻ്റെ അപ്പൻ്റെ ഭാര്യയെ വെച്ചുകൊള്ളുന്ന പോൽ അത് ജാതികളുടെ ഇടയിൽ പോലും ഇല്ലാത്ത ദുർനടപ്പ് തന്നെ, എന്നിട്ടും നിങ്ങൾ ചീർത്തിരിക്കുന്നു. കണ്ടോ, എന്നിട്ടും നിങ്ങൾ ചീർത്തിരിക്കുന്നു. ഈ ചീർപ്പ് വന്നു കഴിഞ്ഞാൽ, അതായത് പാപം അതിര് കടന്നാൽ, റോമർക്കെഴുതിയ ലേഖനത്തിൽ നമ്മൾ പഠിച്ചിരുന്നു, പാപം ചരതിച്ചുകൂടും, അക്യുമുലേറ്റ് ചെയ്യും. അങ്ങനെ ഒരു ലിമിറ്റ് വിട്ട് കഴിഞ്ഞാൽ, ദൈവത്തെ ദൈവമെന്നോർത്ത് മഹത്വീകരിക്കുകയോ നന്ദി കാണിക്കുകയോ ചെയ്യാതിരുന്നാൽ, നിങ്ങൾ ഈ ദുഷ്കർമ്മം ചെയ്തവനെ നിങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കുവാൻ തക്കവണ്ണം നിങ്ങൾ ദുഃഖിച്ചിട്ടുമില്ല. ഞാനോ ശരീരം കൊണ്ട് ദൂരസ്ഥനെങ്കിലും ആത്മാവ് കൊണ്ട് കൂടെയുള്ളവനായി നിങ്ങളുടെ മധ്യേ ഇരിക്കുന്നവനായി തന്നെ ഈ ദുഷ്കർമ്മം ചെയ്തവനെക്കുറിച്ച് നിങ്ങളും എൻ്റെ ആത്മാവും നമ്മുടെ കർത്താവായ യേശുവിൻ്റെ ശക്തിയോട് ഒന്നിച്ചു കൂടിയിട്ട്, ഇനിയുമാണ് ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ അവനെ ആത്മാവ് കർത്താവായ യേശുവിൻ്റെ നാളിൽ രക്ഷിക്കപ്പെടേണ്ടതിന് ജഡസംഹാരത്തിനായി സാത്താന് ഏൽപ്പിക്കണം എന്ന് വിധിച്ചിരിക്കുന്നു. 1 കൊരിന്ത്യർ 5-ാം അധ്യായം 4-5 വാക്യങ്ങളാണ്. തെസ്സലോനിക്കയിലും ഉണ്ട്, അവിടെ എല്ലാം ഉണ്ട്. തീമോത്തിയോസ് 1:20 റോമൻസ് 1:24 കൊലോസ്യർ 2:5 അതുപോലെ തന്നെ 2 തെസ്സലോനിക്കർ 2:11 എല്ലാം ഇക്കാര്യമാണ് പറയുന്നത്. അതായത് ലസ്റ്റിൻ്റെ ഒരു ലിമിറ്റ് വിട്ട് കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ ദുരിതം ഏറ്റെടുക്കേണ്ടി വരും. അത് ദൈവം ശിക്ഷിക്കുന്നതല്ല. 2 കാര്യങ്ങളാണ്. ഒന്ന്, സാത്താൻ ഏൽപ്പിച്ചിട്ട് അവനെ തിരിച്ചു പിടിക്കുവാനാണ്. 2, നമ്മൾ ചെയ്യുന്നതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് നമ്മൾ താങ്ങിയേ പറ്റത്തുള്ളൂ. അതിന് നമ്മൾ ദൈവശിക്ഷ എന്നാണ് പറയുന്നത്. ദൈവശിക്ഷയല്ല. ദൈവം ആരെയും ശിക്ഷിക്കുന്നില്ല. താൻ ആരാലും പരീക്ഷിക്കപ്പെടുന്നുമില്ല. ഓരോരുത്തരും പരീക്ഷിക്കപ്പെടുന്നത് സ്വന്തം മോഹങ്ങളിൽ ആകർഷിച്ച് വശീകരിക്കപ്പെടുന്നത് കൊണ്ടത്രേ. അങ്ങനെ ആകർഷിച്ച് വശീകരിക്കപ്പെട്ട് പാപം ചെയ്തു കഴിയുമ്പോൾ ആ പാപത്തിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് കൂടെ ഉണ്ടാകും എന്നുള്ളത് പാപം ചെയ്ത് സുഖത്തിൽ കഴിയുമ്പോൾ നമുക്ക് അറിയത്തില്ല. അങ്ങനെ പ്രശ്നമുണ്ട്. ഇപ്പം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടൊക്കെയാണ്. ലിമിറ്റ് വിടരുത് എന്ന് പറഞ്ഞാൽ ലിമിറ്റോളം ചെയ്യാവുന്നതല്ല എൻ്റെ അർത്ഥം. കർത്താവിലായി കഴിയുമ്പോൾ ഈ ശക്തിയെല്ലാം നമുക്ക് കിട്ടിക്കോളും. കർത്താവിലാകാതെ ഇതൊന്നും കിട്ടത്തില്ല. കാരണം യേശുവിൻ്റെ നമ്മുടെ ശരീരത്തിനെ ജയിക്കുവാനുള്ള ശക്തിയുള്ളൂ. കാരണം ശരീരത്തിൽ ജയം പൂർണ്ണമായി വരിച്ചവൻ കർത്താവ് മാത്രമാവുന്നു. അതുകൊണ്ടാണ് അവൻ ശരീരം എടുത്തിട്ട് നമുക്ക് വേണ്ടി ശരീരത്തെ ജയിച്ചിട്ട് ആ ശരീരം നമുക്ക് തന്നേച്ചു പോയി. എന്തൊക്കെ പ്രോസസ്സാണ് കർത്താവ് ചെയ്തത്. അതെന്തിനാണ്? നിത്യജീവൻ അവകാശമാക്കേണ്ടതെന്ന് മാത്രമല്ല, നമ്മൾ പഠിച്ച കാര്യമാണ്, എന്നാലും ഒന്ന് റിപ്പീറ്റ് ചെയ്ത് പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. കർത്താവിൻ്റെ ശരീരം ഭക്ഷിക്കുമ്പോൾ കർത്താവിൻ്റെ ശരീരത്തിന് ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നമുക്ക് ശക്തി ലഭിക്കേണ്ടതിനാണ്. കർത്താവിൻ്റെ ശരീരത്തിലെ പോലെ നമ്മുടെ ശരീരം ആയിത്തീരുവാനാണ് കർത്താവിൻ്റെ ശരീരം ഭക്ഷിക്കുന്നത്. എന്നാലും നമുക്ക് വീഴ്ചയൊക്കെ വരില്ല എന്നൊന്നും പറയുന്നില്ല. വീണ്ടും അനുദപിക്കണം. അതുകൊണ്ടാണ് പൗരസ്ത്യ ദർശനത്തിൽ അനുദപിക്കാനേ നേരമുള്ളൂ, വേറൊന്നിനും നേരമില്ല. കാരണം ഓരോ നിമിഷവും നമ്മൾ പാപം ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഞാൻ ഇച്ഛിക്കുന്ന നന്മയല്ല, ഇച്ഛിക്കാത്ത തിന്മയത്രേ പ്രവർത്തിക്കുന്നത്. പാമ്പാക്കട നമസ്കാരത്തിലെ പ്രാർത്ഥനകളിലൊക്കെ അത് വളരെ കൃത്യമായിട്ട് പിതാക്കന്മാർ എഴുതിയിട്ടുണ്ട്. കർത്താവ്, ഒരു നിമിഷം പോലും എനിക്ക് പാപം ചെയ്യാതിരിക്കുവാൻ സാധിക്കുന്നില്ലല്ലോ എന്നാണ്. അവരുടെ വേദനയാണത്. ഭയങ്കര വിശുദ്ധന്മാരായിരിക്കുന്നവരെ എഴുതുമെന്ന് ഓർക്കണം. അതുകൊണ്ട്
നമുക്ക് ക്രിസ്തുസിന് വേണ്ടി കർത്താവിൻ്റെ ജനനത്തെ നമ്മളിങ്ങനെ മനസ്സിൽ കാണണം. മുഴുവൻ സമയവും കിടക്കുന്ന സമയവും നമുക്ക് ഫ്രീ ആയിട്ടിരിക്കുന്ന സമയവും ഒക്കെ ബോധപൂർവ്വം ഇത് മനസ്സിലേക്ക് കൊണ്ടുവരണം. അല്ലാത്തപ്പോൾ അതവിടെ കിടന്നോട്ടെ. നമുക്കിപ്പോൾ ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു, ഓഫീസിലൊരു ജോലി ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മൾ വേറെ എന്തെങ്കിലും വേലയിൽ വ്യാപൃതരായിരിക്കുന്നു. അന്നേരം നമ്മളിതൊന്നും ഓർക്കണമെന്നൊന്നുമില്ല. എപ്പോഴും ഓർക്കുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ആത്മാവിൽ ഇത് സജീവമായിരിക്കുക എന്നർത്ഥം. അതായത് നമ്മളിൽ നിന്ന് വിട്ടുപോകുവാൻ സാധ്യതയുള്ള സമയത്ത് കോൺഷ്യസ്നെസ്സിലേക്ക് കൊണ്ടുവരിക. ഞാൻ പറഞ്ഞത് വളരെ ലളിതമായിട്ട് പറഞ്ഞു തരണമെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ പ്രാർത്ഥനയുടെ സമയത്ത് നമുക്ക് ടി വിയിലെ ഒരു പ്രോഗ്രാം കാണുവാനുള്ള ആഗ്രഹം തോന്നുകയാണ്. സ്വാഭാവികമായിട്ടും നമ്മുടെ ശരീരം പറയും അതിരുന്ന് കാണാൻ പറയും. അപ്പോൾ ബോധപൂർവം കർത്താവിൻ്റെ ജനനത്തിൻ്റെ ശ്രേഷ്ഠത ബുദ്ധി കോൺഷ്യസിലേക്ക് കൊണ്ടുവരണം. ആത്മാവിൽ ഈ സാധനം കിടപ്പുണ്ട്, പക്ഷേ ശരീരം അങ്ങോട്ട് വലിക്കുന്നു. ആ വലിക്കുന്ന സമയത്താണ് നമ്മൾ ഈ ബോധം കൊണ്ടുവരേണ്ടത്. അതുകൊണ്ടാണ് ഞങ്ങളുടെ ബോധ മനസ്സുകളെ നീ പ്രകാശിപ്പിച്ചുകൊണ്ടിരിക്കണമേ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ആത്മാവിലുണ്ട്. നിങ്ങളിപ്പം വചനം പഠിക്കുന്നു, പലരുടെയും വലിയ വിഷമം, ഒന്നും ഓർത്തിരിക്കുന്നില്ല. ഓർക്കണ്ടെന്നേ, ഇതെല്ലാം കൂടെ ഓർത്തിരിക്കുന്നത്. വചനം വായിക്കുന്ന സാധനം ആത്മാവിൽ പതിയണം. നമ്മളൊരു വചനത്തിൽ നിന്ന് അകലുന്ന ഒരു സാഹചര്യം വരുമ്പോൾ ബൈ ഡീഫോൾട്ടായിട്ട് ആത്മാവിൽ നിന്ന് കോൺഷ്യസിലേക്ക് വന്നോളും. അതാണ്. അല്ലാതെ അയ്യോ ഞാൻ വചനമൊന്നും ഓർക്കുന്നില്ല, കാണാൻ പഠിച്ചിട്ട് എന്ത് കാര്യം? വേദോസ്തവം മുഴുവൻ കാണാതെ പറയുന്നവരുണ്ട്. പക്ഷെ ഒരു കാര്യമില്ല അതിനകത്തുനിന്ന്. കാണാതെ പറയുക എന്നുള്ളതല്ല, വചനം നമ്മുടെ ആത്മാവിൽ ഇൻപ്രിൻ്റ് ആകുക എന്നുള്ളതാണ്. ആവശ്യമുള്ളപ്പോൾ നമുക്ക് അത് ഉപകരിക്കത്തക്കവണ്ണം. അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. അല്പസമയം ശാന്തമായി ദൈവസന്നിധിയിൽ നമുക്കിരിക്കാം. കർത്താവിൻ്റെ ജനനത്തെ ഓർമ്മ കർത്താവായ ദൈവമേ, നിൻ്റെ ജനനത്തിൻ്റെ ദിവസങ്ങളിൽ വിശുദ്ധിയോടുകൂടി ഞങ്ങൾ യാത്ര ചെയ്യുമ്പോൾ എത്ര ശ്രേഷ്ഠമായ മഹനീയമായ ഒരു പെരുന്നാളിലേക്കാണ് ഞങ്ങൾ സമീപിക്കുന്നു എന്നുള്ള ബോധ്യത്തോടുകൂടി വിശുദ്ധിയോടുകൂടി ആ പെരുന്നാളിലേക്ക് അടുക്കുവാനും പരിശുദ്ധാത്മാവിൽ അതിനെ ആഘോഷിക്കുവാനും നിൻ്റെ തിരുശരീരത്വങ്ങളെ ഭക്ഷിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി മഹത്വപൂർണ്ണമുള്ളവരായി ആ പെരുന്നാളിൽ സംബന്ധിക്കുവാനും ഞങ്ങളെ യോഗ്യരാക്കണമേ. ആട്ടിടയന്മാരെയും വിദ്വാൻമാരെയും പുൽക്കൂട്ടിലേക്ക് ആകർഷിച്ചതിനായ ദൈവമേ, ഞങ്ങളുടെ ഹൃദയങ്ങളിൽ നിനക്കൊരു പുൽക്കൂടുണ്ടാക്കി അവിടേക്ക് നീ എഴുന്നള്ളി വസിക്കുമ്പോൾ അനേകരെ നിങ്ങളിലേക്ക് അടുപ്പിക്കുവാനുള്ള ആത്മീയ ചൈതന്യം നീ ഞങ്ങൾക്ക് നൽകണമേ. കർത്താവേ, നീ അത്ഭുതമാവുന്നു. ദൈവം മനുഷ്യനായി എങ്ങനെയായി ആർക്കും അറിയില്ല.
നിൻ ജന്മം അത്യാശ്ചര്യമാണ്. ആദാമിൻ്റെ സൃഷ്ടാവേ, നിൻ്റെ ജന്മത്തിൽ ഞാൻ ആശ്ചര്യം പൂളുന്നു. ഞങ്ങളുടെ ബുദ്ധിക്കും ഞങ്ങളുടെ ജ്ഞാനത്തിനും അപ്പുറമായി സുഗ്രാഹ്യമല്ലാത്ത നിൻ്റെ ജനത്തെ ആരാധിക്കുവാനല്ലാതെ പരിശോധിച്ചറിയുവാനോ ആരാഞ്ഞറിയുവാനോ ഞങ്ങൾക്ക് കഴിവില്ല. കർത്താവേ, നിന്നെ ആരാധിക്കുവാൻ വേണ്ടി ഞങ്ങളുടെ ശരീരത്തെയും ഞങ്ങളുടെ ബോധത്തെയും ഞങ്ങളുടെ മനസ്സിനെയും ഞങ്ങളുടെ ചിന്തകളെയും നിരൂപണങ്ങളെയും എല്ലാം ശുദ്ധീകരിക്കണമേ. നിന്നോടുള്ള ബന്ധത്തിൽ ചേർത്ത് നിർത്തിക്കൊള്ളണമേ. നിന്നെ അല്ലാതെ ഞങ്ങളൊന്നും ആഗ്രഹിക്കുവാനിടയാകരുതേ. നിനക്കില്ലാതിരുന്ന പല കാര്യങ്ങളും ഞങ്ങൾ ഉണ്ട്. അത് നീ എടുത്തിട്ട് ഞങ്ങൾക്കില്ലാത്തതായി പല കാര്യങ്ങളും നിന്നിലുള്ളത് ഞങ്ങൾക്ക് നീ നൽകണമേ. കർത്താവേ, ഇവിടെ തലകളെ വണങ്ങിയിരിക്കുന്ന എല്ലാവർക്കും ജന്മപ്പെരുന്നാളിലേക്കുള്ള ഒരുക്കം വിശുദ്ധി കൊടുത്ത് അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ പ്രയാസങ്ങളോ വിഷമങ്ങളോ ഒന്നും ഞങ്ങളിപ്പോൾ ചിന്തിക്കുന്നില്ല, പറയുന്നുമില്ല. ഞങ്ങൾക്കൊന്നും ആവശ്യപ്പെടുവാനില്ല. മഹോന്നതനായ ദൈവം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് മനുഷ്യനായി. അത്രയും മാത്രം ഞങ്ങൾക്കറിയാം. അത് മാത്രം ഞങ്ങൾക്കറിഞ്ഞാൽ മതി. പാപം അറിയാത്തവനെ നാം അവനിൽ ദൈവത്തിൻ്റെ നീതിയാകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി തന്നെത്താൻ പാപമാക്കി. എങ്കിൽ കർത്താവെ, എത്ര സ്തുതിച്ചാൽ എത്ര മൗത്തീകരിച്ചാൽ അതിനൊരു പൂർണ്ണതയുണ്ടാകുകയില്ലല്ലോ. ഇപ്പോൾ ദൈവമേ, നിന്നെ ഞങ്ങൾ വാഴ്ത്തുന്നു. ഈ ലോകമെല്ലാം മായയാണെന്ന് യഥാർത്ഥമായുള്ള ഇമേജ്, യഥാർത്ഥമായുള്ളവർ നിന്നിലാകുന്നു എന്ന് ഞങ്ങളെ പഠിപ്പിച്ചതിനാണ് നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ ശരീരത്തെ വിട്ട് നിന്നോട് ചേരുവാനുള്ള ആഗ്രഹം ഞങ്ങൾ ജനിപ്പിക്കണമേ. സാവെ വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോടുകൂടി ആയിരിക്കാൻ ഞാൻ ഏറെ ആഗ്രഹിക്കുന്നു എന്ന് പൗലോസ്ലീഹ പറഞ്ഞെങ്കിൽ എന്തുമാത്രം അവൻ നിന്നെ സ്നേഹിച്ചിട്ടുണ്ടാവും. ഞങ്ങളെല്ലാം ഞങ്ങളുടെ ഈ ലോകത്തിലെ ആഗ്രഹങ്ങൾ നേടിയെടുക്കുവാൻ വേണ്ടി മാത്രം നിന്നെ സമീപിക്കുന്നവരാകുന്നു. അങ്ങനെയായി ഞങ്ങൾ അധപ്പതിച്ചു പോകാതെ കർത്താവെ, നിന്നോടുള്ള സ്നേഹം വർദ്ധിച്ച് ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ നിറഞ്ഞ് അതിനെ കവിയുന്ന സ്നേഹത്തിലേക്ക് വളർന്ന് ദൈവത്തിൻ്റെ എല്ലാ നിറവിനോളം നിറഞ്ഞു വരുവാൻ വേണ്ടി ഞങ്ങൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ ചോദിക്കുന്നതിലും നിനക്കിലും അത്യന്തപരമായി ചെയ്യുവാൻ നമ്മിൽ വ്യാപരിക്കുന്നതിൻ്റെ വ്യാപാര ശക്തിയാൽ കഴിയുന്നവന് സഭയിലെ യേശു ക്രിസ്തുവിലും തലമുറയോളം എന്നേക്കും മഹത്വം വരുമല്ലോ. കർത്താവേ, ആയതുകൊണ്ട് ഞങ്ങളുടെ ഒരാവശ്യവും ഞങ്ങൾ വയ്ക്കുന്നില്ല. ഞങ്ങളുടെ രോഗങ്ങളോ ഞങ്ങളുടെ പ്രയാസങ്ങളോ ഭാരങ്ങളോ ശാരീരിക വേദനകളോ മനക്ലേശങ്ങളോ എല്ലാം അവിടുത്തേതായിട്ട് അറിയാത്തതായി ഒന്നുമില്ല. വിലാപങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം 34-ാം വാക്യത്തിൽ ഇപ്രകാരം ഒരു വചനമുണ്ട്. അത് നമുക്ക് ധ്യാനിച്ചുകൊണ്ട് ഇന്നത്തെ ശുശ്രൂഷ അവസാനിപ്പിക്കാം. 3-ാം അധ്യായം 34-ാം വാക്യം. ഭൂമിയിലെ സകല ബദ്ധന്മാരെയും കാൽക്കീഴിട്ട് മെതിക്കുന്നതും അത്യുന്നതൻ്റെ സന്നിധിയിൽ മനുഷ്യൻ്റെ ന്യായം മറിച്ചു കളയുന്നതും മനുഷ്യനെ വ്യവഹാരത്തിൽ തെറ്റിച്ചു കളയുന്നതും കർത്താവ് കാണുന്നില്ലയോ? കർത്താവ് കൽപ്പിക്കാതെ ആർ പറഞ്ഞിട്ടാകുന്നു വല്ലതും സംഭവിക്കുന്നത്? അങ്ങനെയെങ്കിൽ കർത്താവെ, ഞങ്ങൾക്ക് സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളൊന്നും അവിടുന്ന് അറിയാതെയല്ല. ചെറിയ കാര്യം മുതൽ ഏറ്റവും വലിയ കാര്യം വരെ കർത്താവ് പറഞ്ഞിട്ടല്ലാതെ ഒന്നും സംഭവിച്ചിട്ടില്ല. അതുകൊണ്ട് അവിടത്തേക്കെല്ലാം അറിയാം. ഞങ്ങൾക്കറിയേണ്ടത് ഞങ്ങളുടെ കർത്താവെ, നിന്നെക്കുറിച്ചുള്ള പരിജ്ഞാനമാണ്. നിന്നെ സ്നേഹിക്കുവാൻ വേണ്ടതെല്ലാം ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിന്നെപ്പറ്റി ചിന്തിക്കുവാനും നിന്നെ ധ്യാനിക്കുവാനും കർത്താവിൻ്റെ ആനന്ദം ഞങ്ങളിലേക്ക് പകർന്ന് ലഭിക്കുവാനും വേണ്ടി നിന്നോട് ഈ സമയം ബലഹീനനായി ഞാൻ പ്രാർത്ഥിക്കുന്നു.
ഈ ഭൃത്യൻ്റെ യാചന നിൻ്റെ സന്നിധിയിൽ കേൾക്കപ്പെടുകയും വന്നിരിക്കുന്ന ജനത്തിന്മേലെല്ലാം നിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് കൊടുത്ത് അനുഗ്രഹിക്കുകയും ചെയ്യണമേ. ഞങ്ങൾ നിനക്ക് നിൻ്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലായ്പ്പോഴും നീക്ക് സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ആമീൻ. يربح فروشي هودك سوى بيبودا بوي من أولم سبوف تحتي وحو قولوا بقر صد مريم